Hello my dear students and welcome to KTU Online Study App. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് സീരീസ് ഒക്കെ വരാറായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പ് ബി സ്റ്റുഡൻസിനുള്ള നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സീരീസ് മാരത്തൺ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ കുട്ടികളും നമ്മുടെ സീരീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ പൊതുവെ എല്ലാ കോളേജസിലും മൊഡ്യൂൾ 3ഉം മൊഡ്യൂൾ 4ഉം ആണ് എടുക്കുന്നത്. മൊഡ്യൂൾ 4 തീരുന്നതനുസരിച്ച് അത്രയും പോർഷൻസ് വെക്കും സീരീസിന് വേണ്ടി. ഈ ഒരു മൊഡ്യൂൾ 3 ആൻഡ് 4 ആയിരിക്കും പൊതുവെ എല്ലാ കോളേജസിലും നമ്മുടെ സീരീസ് 2ന് വേണ്ടി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ KTU ഓൺലൈൻ സ്റ്റഡി ആപ്പിന് നമ്മുടെ സ്വന്തം കുട്ടികൾക്കും നമ്മുടെ അല്ലാത്ത നമ്മുടെ KTUലുള്ള ബാക്കി എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ സീരീസ് 2ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വരാൻ പോകുന്ന കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മോഡ്യൂൾ 3ൽ നിന്നും 4ൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ അണ്ടിൽ ദ എൻഡ് ഓഫ് ദ വീഡിയോ ബിക്കോസ് ഈ കേൾക്കാൻ പോകുന്ന നിങ്ങളുടെ ഈ ക്ലാസ്സിലുള്ള ഓരോ മിനിറ്റും നിങ്ങൾക്ക് ഓരോ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണ്. ഓക്കെ, സോ നമ്മൾ പ്യോർലി നമ്മുടെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഈ മോഡ്യൂൾ 3ൽ നിന്നും 4ൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള എൻറ്റയർ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, സോ ഐ വോണ്ട് മിസ് എനിത്തിങ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഈ 2 മോഡ്യൂൾസ് അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അവർ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി സീരീസ് മാരത്തൺ. അപ്പോൾ ഈ സീരീസ് മാരത്തണിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് മോഡ്യൂൾ എന്താണ്? നമ്മുടെ മോഡ്യൂൾ നമ്പർ 3 ആണ്. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 3ൽ വരുമ്പോഴേക്കും നിങ്ങൾ ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചു അല്ലേ? മോഡ്യൂൾ 3ൽ നമ്മുടെ KTU ഓൺലൈൻ സ്റ്റഡി ആപ്പിൽ ഈ ഫുൾ സബ്ജക്ട് നമ്മൾ ഓൾറെഡി കവേർഡ് ആണ് 4th മോഡ്യൂൾ വരെ. അപ്പൊ അതിൽ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ബേസിക്കലി ഓൺ ലാപ്ലാസ് ട്രാൻസ്ഫോംസ് ആണ്. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോംസ് ആൻഡ് ട്രാൻസിയന്റ് അനാലിസിസിനെ പറ്റിയാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നത് അല്ലെ? അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെ നോക്കി? നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ സ്റ്റെപ്പ്, റാമ്പ്, അങ്ങനത്തെ പാരബോളിക് അല്ലെ, അങ്ങനെ കുറച്ച് സീരീസ് ഓഫ് സിഗ്നൽസ് ഉണ്ട്. ആ സിഗ്നൽസിന്റെ ഒക്കെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഒരു സെറ്റ് ഓഫ് ടേബിൾ ആക്കി പഠിപ്പിച്ചിരുന്നു അല്ലേ? അത് വെരി ഇമ്പോർട്ടന്റ് ആണ് ലാപ്ലാസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഇൻവേഴ്സ് ലാപ്ലാസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും. ഓക്കെ, അപ്പൊ അത് പഠിച്ചു. പിന്നെ നമ്മൾ കുറച്ച് കോമൺ ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കി. പിന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ തിയറംസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ തിയറംസ് പക്ഷെ നിങ്ങൾക്ക് പ്രൂഫ് ആവശ്യമില്ല. പക്ഷെ ആ തിയറംസിന് എങ്ങനെ ചോദിക്കും? അവർ സ്റ്റേറ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റും. സ്റ്റേറ്റ് ദിസ് തിയറം, സ്റ്റേറ്റ് ദ ഇനീഷ്യൽ വാല്യൂ തിയറം, സ്റ്റേറ്റ് ദ ഫൈനൽ വാല്യൂ തിയറം, സ്റ്റേറ്റ് ദി മൾട്ടിപ്ലിക്കേഷൻ ടൈം ഡൊമൈൻ പ്രോപ്പർട്ടി. മനസ്സിലായി? അപ്പൊ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് സ്റ്റേറ്റ് ആയിട്ട് പാർട്ടിയിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എന്താണ്? നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ്? നമ്മൾ മെയിൻലി യൂസിങ് ദ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ? ഇപ്പൊ നിങ്ങളിപ്പോ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് വേരിയബിൾ സെപ്പറേബിൾ മെത്തേഡ് ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ എന്താണ്, നമുക്ക് സ്പ്ലിറ്റ്, അങ്ങനത്തെ ഒത്തിരി ടെക്നിക്സ് നിങ്ങൾ ആക്ച്വലി പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ അതിനെ യൂസിങ് ദിസ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്ന രീതിയിലാണ് ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ്. അതിന്റെ ക്വസ്റ്റൻ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. വിൽ ഡു ദാറ്റ് ക്വസ്റ്റൻ ഓൾസോ. ഇതൊക്കെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് അടുത്ത സംഭവം വന്നത്? നമ്മുടെ ബേസിക് സിഗ്നൽസിനെയും സർക്യൂട്ടിനെയും നമുക്ക് എന്ത് ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം ആൻഡ് നമുക്ക് എസ് ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്. അതും നമ്മൾ ഹാൻഡിൽ ചെയ്തായിരുന്നു. പിന്നെ എന്താണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് തിങ്? നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ഡെഫിനറ്റ് കുറച്ച് ഡെറിവേഷൻസ് ആണ് ഇവിടെയൊക്കെ. സി RL, RC ആൻഡ് RLC സർക്യൂട്ടിൽ നമ്മുടെ വിത്ത് സോഴ്സും ഉണ്ട്, വിത്തൗട്ട് സോഴ്സും ഉണ്ട്. ആ വിത്ത് സോഴ്സ് ഇട്ടാലും വിത്തൗട്ട് സോഴ്സ് ഇട്ടാലും ഈ 3 സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഈ 3 നെറ്റ്വർക്സിലുമുള്ള നമുക്ക് എന്താണ് ഇമ്പൾസ് റെസ്പോൺസ്, DC വെക്കുമ്പോഴുള്ള റെസ്പോൺസ്, സ്റ്റെപ്പ് ആൻഡ് സൈനസോയ്ഡൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട്സ് മനസ്സിലായോ? ഈ പറയുന്ന ഇമ്പൾസും സ്റ്റെപ്പ്, സൈനസോയ്ഡ്സ് എല്ലാം എന്താണ്? ദീസ് ആർ ആക്ച്വലി ഇൻപുട്ട് സോഴ്സ് സിഗ്നൽസ് ആണ്. അത് കൊടുക്കുന്ന കാരണം ഈ സർക്യൂട്ടിൽ വരുന്ന റെസ്പോൺസ് ആണ് ഔട്ട്പുട്ട്. എന്തൊക്കെയാണ് നമുക്ക് അനാലിസിസ് ചെയ്യണം. പിന്നെ എന്താണ് ട്രാൻസിയന്റ് റെസ്പോൺസ്, എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് അല്ലെ? അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇതിന്റെ ഡെറിവേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ചോദിച്ചിട്ടുള്ള ഡെറിവേഷൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ അല്ലെ? പിന്നെ ലാസ്റ്റ് അതൊരു കുഞ്ഞു പോർഷൻ ആണ്. ലോ പാസ് ആൻഡ് ഹൈ പാസ് RC സർക്യൂട്ട്സിന് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ച് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അത് നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ മോഡ്യൂൾ 3ൽ വന്നിരുന്ന എന്താ പറയുന്നത് കണ്ടന്റ്സ് എന്ന് പറയുന്നിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മോഡ്യൂൾ 3ൽ വന്ന കണ്ടന്റ്സ്. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണ്? മോഡ്യൂൾ 3ൽ വരുന്ന നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഞാനിപ്പോ പഠിപ്പിക്കാൻ പോകുന്നത് വിത്ത് പ്രോബ്ലംസ് ആണ്. കാരണം ഇത് സീരിയസ് മാരത്തൺ ആണ്. അപ്പൊ നിങ്ങൾ ചിലപ്പം എക്സാം മോഡ് അടുക്കുകയും ചിലപ്പം തലേ ദിവസം കയറി നിങ്ങൾ ക്ലാസ് കാണാതിരിക്കുന്നത്. അപ്പൊ തീരെ ഒന്നും പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഗ്യാപ്പ് ഇല്ലെങ്കിൽ പോലും ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന രീതിയിൽ, ജയിക്കാന്നല്ല, വെരി ഗുഡ് മാർക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ക്ലാസ് എന്താണ്, ഈ ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ്, കുറച്ചും കൂടി പ്രോബ്ലമാറ്റിക് രീതിയിലായിരിക്കും. നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രോബ്ലം നമ്പർ 1 നോക്കിയാലോ നമുക്ക്. ഓക്കെ, സോ ടേക്ക് എ ബുക്ക് ആൻഡ് എ പെൻ. നമുക്ക് പ്രോബ്ലം 1 സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം 1 എന്താണ്? ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഗിവൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ക്വസ്റ്റൻ എന്താണ്? ദിസ് ഇസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ തന്നേക്കുന്ന നോക്കി ഒരു എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ മെയിൻലി എന്തിനാ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്? ഒരു എനി ഗിവൺ ഫംഗ്ഷൻ ഇൻ ടൈം ഡൊമെയിൻ ഉണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് എനിക്ക് ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എസ് ഡൊമെയിനിലോട്ട് ആക്കാൻ പറ്റും. ടു ഡു എന്തിനാണ് ചെയ്യുന്നത്? കാരണം നമുക്ക് ടൈം ഡൊമെയിനിൽ ചെയ്യുന്ന സമയത്ത് ചില ഫംഗ്ഷൻസ് ഒക്കെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ലൈക്ക് എന്താണ്? കോറിലേഷൻ. പക്ഷേ നമ്മുടെ എസ് ഡൊമെയിൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമെയിനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻസ് കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് എന്താണ്? കോറിലേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുന്ന പോലെ നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ അതുമാതിരി ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫോർ സിംപ്ലിഫിക്കേഷൻ ഓഫ് നമ്മുടെ കുറച്ച് എന്താണ് സിഗ്നൽ പ്രോസസ്സിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോംസ് തന്നെ പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ഹയർ ക്ലാസ്സസ് നിങ്ങൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന സെമ്മിലും നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്നൊരു സബ്ജക്ട്, വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് പഠിക്കും. അതിൽ നമ്മൾ ഇതുപോലത്തെ ലാപ്ലേസ് പോലത്തെ വേറെയും കുറെ ട്രാൻസ്ഫോംസ് പഠിക്കും. ലൈക് ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്, DFT എന്താണ്, DTFT എന്താണ്, Z ട്രാൻസ്ഫോം എന്താണ്, അങ്ങനെ ഒത്തിരി ട്രാൻസ്ഫോംസ് പഠിക്കും. അത് കഴിഞ്ഞുള്ള പിന്നെ ഫർദർ സിലബസിലും നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോംസ് പഠിക്കും. So being an electronics engineer or an electrical engineer, this is actually a very integral part of your system. മനസ്സിലായി? For computation of a signal processing, the transforms are a vital part. Okay? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ തന്നേക്കുന്ന അനുസരിച്ച് നമുക്ക് എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ഇതെന്താണ്? ദിസ് ഇസ് എ ലാപ്ലേസ് ട്രാൻസ്ഫോംഡ് സിഗ്നൽ ആണ് അല്ലെ. നമുക്കൊരു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു. അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്നതാണ് ഈ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. അതെനിക്കറിയാം. ഇനി ഇതിൽ നിന്നും ഞാൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐ ഹാവ് ടു ഫൈൻഡ് ദിസ് ആക്ച്വൽ എഫ് ഓഫ് ടി കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മുടെ സാധാ ടെക്നിക്ക് എന്താ ചെയ്യുന്നത്? വി യൂസ് എ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലെ. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നോക്കെ. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഈ തന്നേക്കുന്ന ഈ ഫംഗ്ഷൻ അല്ലേ, ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതണം? മനസ്സിലായി? ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എസ് അല്ലേ, അതിനെ എനിക്ക് ഈ ഡിനോമിനേറ്റർ എന്താണ്? s+1 ഇൻറ്റു s-2 അല്ലേ. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് എനിക്ക് എങ്ങനെ എഴുതാം? a divided by s+1 plus b divided by s-2 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? ആദ്യം s-2 എഴുതുക പ്ലസ് c divided by s-2 എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ 4-5 ടൈപ്പ് ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ആ 4 കാറ്റഗറി ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടുത്തെ കേസിൽ s-2 വരുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്താ നമ്മുടെ എയിം എന്ന് പറയുന്നത്? ഈ ABC വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പൊ പൊതുവെ നമ്മുടെ കുട്ടികളെല്ലാം എന്ത് ചെയ്യും? ഈ പറയുന്ന ഈ ഗിവൻ ഫംഗ്ഷൻ അല്ലെ. ഇപ്പൊ ഈ ഗിവൻ ഫംഗ്ഷൻ ഞാൻ ഇവിടെ അങ്ങ് എഴുതുകയാണേ. ഞാനിവിടെ അങ്ങ് ജസ്റ്റ് എഴുതുക. ദിസ് വിൽ ബി ഈക്വൽ ടു 5s² minus 15s minus 11 by s-1 into s-2 എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ഇവിടെ നമ്മൾ ആക്ച്വലി മൊത്തം എന്താണ്? ഇവിടെ LCM എടുത്ത് സിംഗിൾ കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട് താഴത്തെ ഡിനോമിനേറ്ററും ഈ ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്തിട്ട് ഈ മേലുള്ള 2 ടേംസും ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അതായത് s² ടേംസ്, എസിന്റെ ടേംസും കോൺസ്റ്റന്റ് ടേംസ് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാറുണ്ട്. എന്നിട്ട് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് എസിന്റെ വാല്യൂ 0 ഇടും, 1 -1 അങ്ങനെ ചെയ്യും. പക്ഷെ ഇറ്റ്സ് ക്വൈറ്റ് ഒരു അൺറിലയബിലിറ്റി ആണ്. ബിക്കോസ് എന്താണ്? നമുക്ക് അവിടെ ഒരു ട്രയൽ ആൻഡ് എറർ തിങ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ s² ടേംസ് ഇക്വേറ്റ് ചെയ്താലും എസിന് നമ്മൾ 0 കൊടുക്കും, പിന്നെ നമ്മൾ 1 കൊടുക്കും, പിന്നെ -1 കൊടുക്കും. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു ആംബിഗ്യസ് സിറ്റുവേഷൻ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാനുള്ള ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ പാർഷ്യൽ ഫ്രാക്ഷന്റെ ABC വാല്യൂസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ ക്ലാസ്സിലും ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ ഈ രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മുന്നേ നമ്മുടെ ക്ലാസ് കേട്ടുള്ള എന്റെ ക്ലാസ് കേട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും ദിസ് ടെക്നിക്ക്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? എന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഈ പറയുന്ന ടേം നോക്കെ,
ഈ പറയുന്ന എ ബൈ എസ് പ്ലസ് വൺ എന്ന് പറയുന്ന ഈ ടേമും RHS ഉള്ള ആ ടേമും LHS ഉള്ള ഈ ടേമും ആയിട്ടൊന്ന് മാത്രം നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഈ രണ്ട് ടേംസ് മാത്രം ഇക്വേറ്റ് ചെയ്യുക, ഇതില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ എ ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ടേം എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും അല്ലേ? അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സി എസ് പ്ലസ് വൺ ഇൻറ്റു ഇവിടുത്തെ ടേം എന്താണ്? 5s² മൈനസ് 15s മൈനസ് 11 അല്ലെ? ഡിവൈഡ് ബൈ എന്തെഴുതാം നമുക്ക്? എസ് മൈനസ് വൺ ഇൻറ്റു എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എഴുതാലോ. അപ്പോൾ ഈ എസ് പ്ലസ് വൺ ഈ എസ് പ്ലസ് വൺ ക്യാൻസൽ ആയി അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗിവൻ ഇതിലുള്ള എല്ലാ എസ് വാല്യൂസിനും നമ്മൾ ട്രയൽ ആൻഡ് എറർ അല്ല ചെയ്യുന്നത്, പക്ഷേ ഇവിടെ എ ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ എന്നൊരു ടേം ഇല്ലേ, ആ എസ് പ്ലസ് വൺ ടേമിനെ നമ്മൾ ഇക്വേറ്റ് ടു 0 ചെയ്യുമ്പോൾ എസിന്റെ വാല്യൂ എന്ത് കിട്ടും? എസ് ഇസ് ഈക്വൽ ടു -1 അല്ലേ? അപ്പൊ ഇവിടുത്തെ എല്ലാ വാല്യൂസിന്റെ എസിനും -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 55 ഇൻറ്റു എസ് സ്ക്വയർ, അത് 5 ഇൻറ്റു -1 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 5 കിട്ടും. ഇനി -15 ഇൻറ്റു -1 ചെയ്യുമ്പോൾ +15 -11 ഡിവൈഡ് ബൈ എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് -1 -2 is -3, ദ ഹോൾ സ്ക്വയർ എത്രയാണ്? 3 സ്ക്വയർ 9 കിട്ടും അല്ലേ? 9. സോ 5 + 15 -11/9 ഈക്വൽ ടു എന്ത് കിട്ടും? 9/9 ഈക്വൽ ടു 1 കിട്ടും. സോ എയുടെ വാല്യൂ 1 കിട്ടി. മനസ്സിലായോ? നമ്മൾ LCM എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എസ് സ്ക്വയറിന്റെ ടേംസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഇത് കുറച്ചും കൂടെ എന്താണ്? എളുപ്പമാണ് അല്ലേ? അത് കുറച്ചും കൂടെ അൺസർട്ടനിറ്റി കുറവുള്ള ഒരു കേസും കൂടെയാണ് അല്ലേ? അപ്പൊ ദിസ് ഇസ് എ വീഡിയോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെയിം വേ നമുക്ക് ബി കണ്ടുപിടിക്കാം. ബി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ബി കണ്ടുപിടിക്കുമ്പോൾ അപ്പൊ ഇവിടെ ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്ക് സി കണ്ടുപിടിക്കാം. ബിക്കോസ് ഇറ്റ് വിൽ ബി ഗോയിങ് ടു ബി മച്ച് മോർ ഈസി ഫോർ യു. അപ്പൊ സി എന്ന് പറയുമ്പോൾ ഈ ടേമുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. സെയിം വേ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ. അപ്പൊ എന്ത് പറ്റും? എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ടേം ഇവിടെ ന്യൂമറേറ്റർ പോയി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ എഴുതുന്നു നോക്കി? ഞാൻ സി വിൽ ബി ഈക്വൽ ടു എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും? 5s² മൈനസ് 15s മൈനസ് 11 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ. ഗിവൺ എന്ത് ചെയ്യും നമ്മള്? ഗിവൺ അഗെയിൻ ഇവിടുത്തെ ടേം എന്താണ്? എസ് മൈനസ് ടു അല്ലേ? അതിന് ഇക്വേറ്റ് 0 ചെയ്യുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഈ എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ക്യാൻസൽ ആയാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ എസിന് പകരം ഈ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 5 ഇൻറ്റു 2 സ്ക്വയർ ഇസ് 4, ദാറ്റ് ഇസ് 20. സോ ഈക്വൽ ടു 20 മൈനസ് 15 ഇൻറ്റു 2 എത്രയാണ്? 30 മൈനസ് 11 ബൈ എന്ത് കിട്ടും? എസ് മൈനസ് 1, ദാറ്റ് ഇസ് 2 മൈനസ് 1 എന്ത് കിട്ടും നമുക്ക്? 2 + 1 അല്ലേ? ഓക്കെ, ജസ്റ്റ് കറക്ഷൻ. ഇവിടെ നോക്കിയേ, ഈ ടേമിൽ ഇവിടെ എസ് പ്ലസ് 1 ആയിരുന്നില്ലേ ഇവിടെ എഴുതിയിരുന്നേ? അപ്പൊ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയപ്പോൾ ഇത് -1 ആയിപ്പോയി. ഇറ്റ്സ് ഓക്കെ, എസ് പ്ലസ് 1. അതായത് നമ്മുടെ ഇവിടെ കണ്ടോ എസ് പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എസ് പ്ലസ് 1 ആയിരുന്നു, അങ്ങനെ അത് ക്യാൻസൽ ആയി. സെയിം ഇവിടെയും എസ് പ്ലസ് 1 വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇപ്പോൾ 2 + 1 is 3 കിട്ടിയല്ലേ? ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? -21/3 ഈക്വൽ ടു എത്ര കിട്ടി? -7 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ എയുടെ വാല്യൂ ഇസ് 1 ആൻഡ് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് സിയുടെ വാല്യൂ എന്ത് കിട്ടി? സിയുടെ വാല്യൂ ബിക്കെയിം -7 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചാലോ? ഓക്കെ, സോ വിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സി ഇവിടെ നമ്മൾ ഈ കണ്ട ഈ ഒരു എക്സ്പ്രഷൻ നോക്കി. സി ഈ ഒരു എക്സ്പ്രഷൻ അല്ലേ? ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യും പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ പറയുന്ന ടേംസിനെ ഇതിന്റെ LCM എടുക്കുകയാണ്. മനസ്സിലായി? അപ്പൊ LCM എടുക്കുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ, ഇവിടെ കോമൺലി ഇവിടെ താഴെ വരുന്ന ഡിനോമിനേറ്റർ എന്താണ്? എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ ടേമിന്റെ താഴെയും എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ വരണം അല്ലെ? ഈ സെയിം തിങ് ഇവിടെ വരണം. പക്ഷെ നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഓൾറെഡി എസ് പ്ലസ് 1 ഉണ്ട്, പക്ഷെ ആരില്ല? ഈ എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ടേമിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മേലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, താഴെ ഡിവൈഡ് ചെയ്യും. അതല്ലേ LCM എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ടേം നോക്കുമ്പോഴോ അവിടെ ഓൾറെഡി ഒരു എസ് മൈനസ് ടു താഴെ ഉണ്ട്. അപ്പൊ നമുക്ക് എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഈ എസ് പ്ലസ് 1 ഇൻറ്റു ഒരു എസ് മൈനസ് ടുവിനെ മേലെയും താഴെയും മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്താൽ പോരെ? അതുപോലെ ലാസ്റ്റ് ടേമിലോ എസ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇത് വരാൻ വേണ്ടിയിട്ട് ഈ എസ് പ്ലസ് 1നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ എഴുതുന്ന ടേം ആണ്, ആ ഒരു എക്സ്പ്രഷനാണ് ഇത് ഇപ്പത്തെ എഴുതുന്നത്. ഓക്കെ, ആ എക്സ്പ്രഷൻ ഇവിടെ എഴുതുന്നത് നോക്കിയോ നിങ്ങൾ? ദിസ് വിൽ ബി ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും നമുക്ക്? LHSൽ 5s² മൈനസ് 15 മൈനസ് 11, 5s² മൈനസ് 15s മൈനസ് 11 ഡിവൈഡ് ബൈ എന്ത് കിട്ടും?
s plus 1 into s minus 1, s minus 2 the whole square will be equal to നമുക്ക് എന്ത് കിട്ടും? a into s minus 2 the whole square divided by s plus 1 into s minus 2 the whole square plus അടുത്തത് എന്താണ്? b times s plus 1 into s minus 2 plus ഇതെല്ലാം whole thing divide by ആണ്. മനസ്സിലായി? ഇങ്ങനെ എഴുതാം നമുക്ക്. the whole thing divide by. Okay, the whole thing divide by എഴുതാം. divide by s plus 1 into s minus 2 the whole square എഴുതാം. plus c times s plus 1 എന്നും കിട്ടും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതുമ്പോൾ ഇനി എന്ത് ചെയ്യാം? ഈ താഴത്തെ രണ്ട് ഡിനോമിനേറ്റർ ടേംസിനെയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് മുകളിൽ ഇങ്ങനെ കിട്ടത്തില്ലേ? ഇനി എന്ത് ചെയ്യാം? ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഈ ടേംസിൽ എസിന് ഡയറക്റ്റ്ലി നിങ്ങൾ 0 ഇട്ട് കൊടുത്ത് നോക്കിയേ. എസിന് 0 കൊടുക്കുന്ന സമയത്തും ആൻഡ് വി നോ ദ വാല്യൂസ് ഓഫ് എയുടെ വാല്യൂ എത്രയാണ്? 1 ആൻഡ് സിയുടെ വാല്യൂ ഇസ് -1. മനസ്സിലായോ? എയുടെ വാല്യൂ ഇസ് 1 ആൻഡ് ബിയുടെ സിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -7 എന്ന് കിട്ടുന്ന ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്ത് നോക്കിയേ. അപ്പൊ ഇവിടെ നോക്കിയേ 5s square is 5 into 0 -15 into 0 -11 will be equal to ഇവിടെയോ a into എയുടെ വാല്യൂ എത്രയാണ്? 1 into 0 minus 2 the whole square plus ബിയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കുക അല്ലെ? into 1 into -2 plus സിയുടെ വാല്യൂ എന്താണ്? -7 into 0 plus 1 is 1. ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ this will be equal to -11 into -2 the whole square എത്രയാണ്? 4 അല്ലേ? so 4 അല്ലെ? so 4 minus 2b -7 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ -7 ടേമിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാലോ. അപ്പൊ -7 plus 7 എന്ത് കിട്ടും? നമുക്ക് -4 കിട്ടും അല്ലെ? -4 കിട്ടും. അതുപോലെ ഈ +4നെ ഇവിടെ കൊണ്ടുവന്നാൽ -4 equal to -2b എന്ന് കിട്ടും. ദാറ്റ് ഈസ് b equal to എത്ര കിട്ടും? നമുക്ക് -8 by -2 equal to 4 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ബിയുടെ വാല്യൂ 4 ഇങ്ങനെ കിട്ടും. എയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ -7 ആൻഡ് ബിയുടെ വാല്യൂസ് 4 എന്ന് കിട്ടിയല്ലോ അല്ലെ? അപ്പൊ ഇത്രയും കിട്ടി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? വി കൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ വിച്ച് ഇക്വേഷൻ? ദിസ് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അപ്പോൾ ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ഇസ് 1 by s plus 1. ബിയുടെ വാല്യൂ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? +4 by s minus 2. സിയുടെ വാല്യൂ -7 by s minus 2 the whole square. അപ്പൊ ഇതിപ്പോ എന്താണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻസ്? ഈ കിട്ടിയ എക്സ്പ്രഷനെ ഇതിനെ നമ്മൾ ഈ ഫോമുലോട്ട് ആക്കി എഴുതുക ചെയ്തേ. സോ ദിസ് ഇസ് ഓൾസോ അനദർ. ഇത് എഫ് ഓഫ് എസ് ആണെങ്കിൽ ഇതും എഫ് ഓഫ് എസ് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എഫ് ഓഫ് എസിൽ നിന്നും മനസ്സിലായോ? ഐ നീഡ് ടു ഫൈൻഡ് എഫ് ഓഫ് ടി എങ്കിൽ നമ്മൾ എന്ത് എഴുതണം? എഫ് ഓഫ് എസിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അതായത് ഈ കാണുന്ന ഓരോ ടേംസിന്റെയും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എഴുതിയാൽ മതി നിങ്ങൾ. അത്രേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കേ. ഈ ഫസ്റ്റ് ടേം എന്താണ്? 1 by s plus 1. സോ വി നോ ദാറ്റ് 1 by s plus a എന്ന ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, ഒരു ഫംഗ്ഷൻ എസ് ഡൊമൈൻ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? e raised to -80. ഇനി ഇവിടെ 1 by s minus 80 ആണെങ്കിലോ ഇത് e raised to +80 എന്ന് വരും അല്ലെ? ഓൾസോ വി know know another thing that 1 by s minus a the whole square ആണെങ്കിലോ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയായിരുന്നു? നമ്മള് t into e raised to +80 എന്ന് എഴുതും അല്ലെ? അപ്പൊ ഇത്രയും ട്രാൻസ്ഫോംസ് ആണ് നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതും നോക്കി? ഇവിടെ 1 by s plus 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓഫ് ദിസ് ഫോം 1 by s plus a where a is equal to 1. അപ്പൊ e raised to -80 that is e raised to -t എന്ന് വരും because a യുടെ വാല്യൂ 1 ആണ്. അതുപോലെ ഇവിടെ സിമിലർ അല്ലേ? +4 times 1 by s minus 2 ആണെങ്കിൽ e raised to a യുടെ വാല്യൂ എത്രയാണ്? 2. സോ e raised to 2t എന്ന് വരും. കറക്റ്റ് അല്ലേ? എന്നിട്ട് -7 into എന്ത് കിട്ടും? 1 by s minus 2 the whole square ആണെങ്കിൽ 1 by s minus a the whole square is equivalent to എന്ത് കിട്ടും നമുക്ക്? t into e raised to എത്ര കിട്ടും? 2t എന്ന് കിട്ടും. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു വിൽ ഗെറ്റ് ദി ഫംഗ്ഷൻ. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഇപ്പൊ എന്താണ്? ഈ ഫംഗ്ഷൻ കണ്ടോ? ഈ ഫംഗ്ഷൻ എല്ലാം ഇൻ ടേംസ് ഓഫ് ടൈം ആണ്. സോ ദിസ് ഇസ് എ ഗിവൻ ഫംഗ്ഷൻ ഇൻ ടൈം ഡൊമൈൻ. ആ എഫ് ഓഫ് എസിനെ നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫോം ചെയ്ത് എഫ് ഓഫ് ടി ആക്കി മാറ്റി യൂസിങ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ക്ലിയർ അല്ലേ? സോ ദിസ് വാസ് യുവർ പ്രോബ്ലം നമ്പർ 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം നമ്പർ 2 ചെയ്യാം. The network shown in the figure has acquired steady state with the switch closed for t less than 0. At t equal to 0, the switch is opened. Obtain I of t
4t greater than 0. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ദിസ് ഇസ് ആക്ച്വലി എ പ്രോബ്ലം ഓഫ് സ്വിച്ചിങ് ആണ് അല്ലെ. ഇപ്പൊ സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിൽ നിന്ന് ട്രാൻസിയന്റ് സ്റ്റേറ്റിലോട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വെരി ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് കുട്ടികൾ ഇത് കൺഫ്യൂസിംഗ്ലി അറിയാണ്ട് തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, പക്ഷെ നമ്മൾ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പൊ ക്വസ്റ്റ്യൻ അവരൊരു കഥ പോലെ തന്നേക്കുന്നത് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ആദ്യം t<0 ആയിരുന്നപ്പോൾ സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ടൈം ലൈൻ പോലെ പറയാം അല്ലെ. ടൈം ലൈൻ പോലെ പറയുന്ന സമയത്ത് ദിസ് ഇസ് ടൈം, ആൻഡ് ഇഫ് ദിസ് ഇസ് t=0 എങ്കിൽ ഇത്രയും ഏരിയ സ്റ്റാൻഡ്സ് ഫോർ ടൈം <0, ഇതിന് ശേഷം സ്റ്റാൻഡ്സ് ഫോർ ടൈം <0, ആൻഡ് ദിസ് ഇസ് ടൈം =0. ഇങ്ങനത്തെ 3 ടൈംസ് ആണ് നമ്മൾ ഈ സ്വിച്ചിങ് ക്വസ്റ്റ്യൻസിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ അവരെന്താ പറഞ്ഞേക്കുന്നത്, ഈ ടൈം <0 ആയിരുന്നപ്പോൾ ഇതാണ് ഈ സ്വിച്ച്, കണ്ടോ, ഈ സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു വെച്ചാൽ ഇങ്ങനെ അടഞ്ഞിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആയി മാറി അല്ലെ. ക്ലോസ്ഡ് പാത്ത്സ് വഴി മാത്രമേ എന്ത് ഫ്ലോ ചെയ്യൂ, കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഇരുന്നത്. എന്നിട്ട് എന്ത് പറ്റി, അപ്പൊ അങ്ങനെ ഈ t<0 കണ്ടീഷനിൽ ഇത് എത്തുന്നത് വരെയും ഈ സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ t=0 എന്ന് പറഞ്ഞ ഈ മൊമെന്റ് എത്തിയപ്പോ എന്ത് പറ്റി, ഈ സ്വിച്ച് പെട്ടെന്ന് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. എന്ന് വെച്ചാൽ ഇതിന് ശേഷം ഇത്രയും ഏരിയയിൽ എന്താണ് ടൈം <0 ആയപ്പോ ഈ സ്വിച്ച് ഇങ്ങനെ ഓപ്പൺ ആയിരുന്നപ്പോൾ ഇതെന്ത് പറ്റി, ഈ സർക്യൂട്ട് ഇവിടെ ബ്രേക്ക് ആയില്ലേ. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോകുന്ന കറണ്ടിന് ഇങ്ങോട്ട് കയറണമെങ്കിൽ ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആണോ, പക്ഷെ ഇതിപ്പോ ഓപ്പൺ ആയിരിക്കുന്നേ. അതുകൊണ്ട് എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ കറണ്ടിന് ഇവിടെ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്യാനുള്ള ഒരു വകുപ്പില്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇവിടെ നിന്നൊരു കറണ്ട് ഇങ്ങനെ വന്നു, മനസ്സിലായി. ഇവിടെ നിന്ന് കറണ്ട് വന്നിട്ട് ഈ കറണ്ടിന് ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഈ കറണ്ടിന് പോകാൻ പറ്റുമോ? ഇല്ല. എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ഇത് ഇത്രയും സർക്യൂട്ട് എന്തായിട്ട് മാറും, ഇത്രയും സർക്യൂട്ട് നമുക്ക് എന്താക്കിടേണ്ടി വരും, നമുക്ക് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഈ കാണുന്ന മൊത്തം ലൈന് വഴിയും കറണ്ട് പാസ് ചെയ്യത്തില്ല. ഇതെപ്പോഴാണ് ടൈം <0 ആവുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരെന്താ ചോദിച്ചേക്കുന്നത്, t>0 എന്ന് പറഞ്ഞ ഈ സന്ദർഭത്തിൽ ഈ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന കേസിൽ എന്താ കണ്ടുപിടിക്കേണ്ടേ, കറണ്ട് i(t) കണ്ടുപിടിക്കേണ്ടേ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് t<0 എന്ന് അവർ പറഞ്ഞില്ലേ, ആ മൊമെന്റിൽ എന്താ സംഭവിക്കുന്നത്, ഈ സ്വിച്ച് ഇതിങ്ങനെ ക്ലോസ് ആയിരുന്നു. മനസ്സിലായോ? ക്ലോസ് ആയിരിക്കുകയായിരുന്നു. അപ്പൊ ആ സ്റ്റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റഡി സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം ഒരു സ്റ്റഡി ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ഒരു കേസിലിരിക്കുകയാണ്. എന്നിട്ട് സഡൻലി നമ്മൾ എന്ത് ചെയ്യൂ, നമ്മൾ സ്വിച്ച് ചെയ്തപ്പോൾ t>0 എന്ത് പറ്റി, നമ്മൾ അവിടെയാണ് നമ്മളത് സ്വിച്ച് ഓപ്പൺ ആക്കിയത്. മനസ്സിലായോ? അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ട്രാൻസിയന്റ് എന്ന് പറയുന്ന കേസ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, സഡൻ ഒരു വേരിയേഷൻ വരുന്ന കാരണം ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ, അതാണ് ട്രാൻസിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രാൻസിയന്റ് കേസ് സംഭവിച്ചു. അപ്പൊ ഈ t<0 എന്താണ് സംഭവിച്ചത്, നമ്മുടെ സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് ഓപ്പണും ആയി. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. എന്ന് വെച്ചാൽ ഐ എം കൺസിഡറിങ് ദ സ്റ്റെപ്പ് 1. എന്ന് വെച്ചാൽ ഫോർ ദ ടൈം <0 ആയിരുന്നപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, ഈ സ്വിച്ച് ഇപ്പൊ ഞാൻ കാണുന്ന പോലെ ഇത് ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പോൾ സ്വിച്ച് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ t<0 എന്ന് പറയുമ്പോൾ ഒത്തിരി നേരമായിട്ട് നമ്മുടെ സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു. അത് കാരണം ഇവിടുത്തെ ഇൻഡക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. മീൻ വൈൽ അവിടെ ഒരു കപ്പാസിറ്റർ ആണ് ഇരുന്നെങ്കിലോ അത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ഇരിക്കുമെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. വെൻ ഇൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ, മനസ്സിലായി, ഇൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആവുമ്പോൾ ഇൻഡക്ടർ ആക്ട്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് നമ്മുടെ കപ്പാസിറ്റർ വിൽ ആക്ട് ലൈക്ക് എ ഓപ്പൺ സർക്യൂട്ട് എന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇതിന് എനർജി സ്റ്റോറേജുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി കോൺസെപ്റ്റ്സ് ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ ഇപ്പൊ അത്രയും നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ആലോചിക്കാൻ പോകണ്ട, കാരണം നമുക്ക് പെട്ടെന്ന് ഇപ്പൊ പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അതിന് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ടാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് കുറച്ചും കൂടെ ഞാൻ എന്തിനാണ് ഇത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. ഓക്കെ, ആസ് ഓഫ് നൗ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഒരു ഇൻഡക്ടർ എന്നാൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ആക്കുക, കപ്പാസിറ്റർ നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്ന ഇൻഡക്ടർ എന്താണ്, ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആക്കിയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഒരു മെറ്റാലിക് ലൈൻ സ്ട്രിപ്പ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന ഇക്വലന്റ് ആണ്, അവിടെ ആ ഇൻഡക്ടൻസിന് പ്രസക്തി ഇല്ല. അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ ഇരിക്കവേ ഇതെല്ലാം എന്താണ്, ആക്ച്വലി എൻറ്റയർലി ഒരു ക്ലോസ് സർക്യൂട്ട് ആണ്. അല്ല, ഇപ്പൊ ഇത് ക്ലോസ് ചെയ്യുന്ന കാരണം ഈ കാണുന്ന എല്ലാ ബ്രാഞ്ചസ് വഴി എന്ത് പറ്റും, കറണ്ട് ഫ്ലോ ഉണ്ട് എന്ന മീനിങ്. അപ്പൊ എങ്കിൽ ഈ ഫസ്റ്റ് ഈ സർക്യൂട്ട് വഴി പാസ് ചെയ്യുന്ന കറണ്ട് ഞാനിവിടെ I എന്ന് പറയാണ്. മനസ്സിലായത്? ദാറ്റ് ഇസ് എ കറണ്ട് I.
എങ്കിൽ സി വാട്ട് ഹാപ്പൻസ്, ഇപ്പം ഈ ഒരു ബ്രാഞ്ച് നമ്മൾ നോക്കുമ്പോൾ, ഈ ബ്രാഞ്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 4 ohm ഉണ്ട്, ഇവിടെ 4 ohm ആണ്, രണ്ടും എന്താണ് ബാക്ക് ടു ബാക്ക് കണക്ഷൻ ആണെങ്കിൽ ഈ ഒരു എൻറ്റയർ തിങ് ഒരു പാരലൽ സർക്യൂട്ട് അല്ലേ? യെസ് ഇറ്റ് ഇസ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എൻറ്റയർ തിങ്ങിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത്, ഇവിടെ 4 ohm ഉണ്ട്, 4 ohm ആണെങ്കിൽ ഇവിടെ നമുക്ക് ആക്ച്വലി ഒരൊറ്റ റെസിസ്റ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്തൂടെ? ഹൂസ് വാല്യൂ വിൽ ബി 4 പാരലൽ 4 ohm അല്ലേ? അപ്പൊ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിനെ ഒന്നും കൂടെ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കിയേ? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആ 36 വോൾട്ട് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആ 10 ohm ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ ആ ഒരൊറ്റ എന്താക്കി മാറ്റും? റെസിസ്റ്റൻസ് ആക്കി മാറ്റും. ഹൂസ് വാല്യൂസ് 4 പാരലൽ 4 ഈക്വൽ ടു 4 × 4 / 4 + 4 എത്രയാണ്? നമുക്ക് 2 ohm എന്ന് കിട്ടും അല്ലെ? 16/2 ഈക്വൽ ടു 2 ohm എന്ന് കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടിയല്ലോ. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കാണുന്ന സോഴ്സ് ഇല്ലേ, ഏത് സോഴ്സ് ആണ്? ഈ കാണുന്ന 36 എന്ന് പറയുന്ന സോഴ്സിൽ നിന്നും ലീവ് ചെയ്യുന്ന കറണ്ട് എനിക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ ഒരു സർക്യൂട്ട് എടുത്താൽ മനസ്സിലായോ? ഈ കാണുന്ന കറണ്ട് ഈ സോഴ്സിൽ നിന്നും ലീവ് ചെയ്ത് ഇങ്ങനെ ഈ എൻറ്റയർ സർക്യൂട്ട് വഴി പാസ് ചെയ്യുന്ന കറണ്ടാണ് ഈ കറണ്ട് ആയി അല്ലെ? ആ ഈ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ സിമ്പിൾ ഓംസ് ലോ എടുക്കാം. ഓംസ് ലോ എന്താ പറയുന്നത്? ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ വോൾട്ടേജ് ഈക്വൽ ടു I × R എന്ന് എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ദിസ് I വിൽ ബി ഈക്വൽ ടു V/R എന്ന് പറയാം. അപ്പോ ഈ സർക്യൂട്ടിന്റെ കേസിൽ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? ഈ 36 വോൾട്ടും ആണ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? ഈ കാണുന്ന റെസിസ്റ്റൻസ് 10 ohm പ്ലസ് ഈ റെസിസ്റ്റൻസ് 2 ohm. 10 + 2 അല്ലേ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ദാറ്റ് I ഈക്വൽ ടു V/R എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? I ഈക്വൽ ടു V/R എന്ന് പറയുന്നതിനെ നമുക്ക് 36/10 + 2 ഈക്വൽ ടു എന്ത് പറയാം? 36/12 ഈക്വൽ ടു 3 ആംപിയർ എന്ന് പറയാം. അതായത് ഈ സർക്യൂട്ട് വഴി പാസ് ചെയ്യല്ല, ഈ സർക്യൂട്ടിൽ എല്ലാ എലമെന്റ്സ് വഴി പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്? ഇറ്റ്സ് ഈക്വലന്റ് ടു നമുക്ക് എന്ത് പറയാം? 3 ആംപിയർ എന്ന് പറയാം. മനസ്സിലായോ? സോ this is actually the current leaving the source. അതാണ് നമുക്കിപ്പോൾ 3 ആംപിയർ എന്ന് കിട്ടിയത്. ഓക്കെ, അതുപോലെ ഞാൻ പറയാൻ പോകുന്നത് I need to find the inductor current. മനസ്സിലായോ? എനിക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഇൻഡക്ടർ. സി നിങ്ങൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്? I(t) എന്താണത് ഇവിടെ കാണിച്ചിട്ടുണ്ട്? I(t) എന്ന് വെച്ചാൽ ഈ ബ്രാഞ്ച്, ഈ സർക്യൂട്ട് വഴി, ഈ കാണുന്ന സർക്യൂട്ട്, ഈ മെഷ് വഴി പാസ് ചെയ്യുന്ന ഈ കറണ്ട് ആണ് ദിസ് I(t). ആ I(t)നെ t>0, അതായത് ട്രാൻസിയന്റ് സ്റ്റേറ്റിലാവുമ്പോൾ കറണ്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ അതിനെ തന്നെ ഞാൻ ഇൻഡക്ടർ കറണ്ട് എന്ന് പറയുന്നത്. കാരണം ഈ കറണ്ട് അല്ല ഇൻഡക്ടർ വഴി പാസ് ചെയ്യുന്നത്, ഈ ഇൻഡക്ടർ വഴി പാസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇൻഡക്ടർ കറണ്ട് എന്ന് പറയുന്നത്. ആ ഇൻഡക്ടർ കറണ്ടിനെ ഞാൻ പറയാൻ പോകുന്നത് ഫോർ ദ ടൈം ഇപ്പൊ <0 അല്ലെ ഞാൻ അനലൈസ് ചെയ്യുന്ന. സ്റ്റെപ്പ് 1 ടൈം <0 ആണ് അല്ലെ? അപ്പോ <0 ആവുമ്പോൾ ഈ I(t) എന്ന് പറയുന്ന കറണ്ടിനെ ഞാൻ എങ്ങനെ പറയുന്ന അറിയാവോ? 0- എന്ന് പറയും. അതായത് t=0ക്ക് തൊട്ട് മുന്നേ ഉള്ള ആ ഇൻസ്റ്റന്റ് ആണ് t=0- ഞാൻ പറയുന്നത്. അപ്പൊ ഈ I=0- എന്ത് പറ്റും? സോറി, I(t)=I(0- എന്ത് പറ്റും? എന്ത് പറ്റും എന്ന് വെച്ചാൽ സി ഇവിടെ നോക്കിയോ, നമുക്കിപ്പോ ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഈ സർക്യൂട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് സി ഇപ്പൊ ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ ഈ ഇൻഡക്ടറിന്റെ പൊസിഷൻ ഇതല്ലേ? അപ്പൊ ഈ ഒരു ബ്രാഞ്ച് വഴി എന്ന് വെച്ചാൽ ഈ ബ്രാഞ്ച് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലേ ഈ 4 ohm വഴിയും പാസ് ചെയ്യുന്നത് അല്ലേ? കാരണം ഇവിടെ നിന്ന് വരുന്ന ഈ I എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ വന്നു, ഈ നോഡ് വഴി പാസ് ചെയ്ത് ഇങ്ങനെയും പോകുന്നുണ്ട്, ഇങ്ങനെയും പോകുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? കാരണം ഇവിടെ നിന്ന് വരുന്ന ടോട്ടൽ കറണ്ട് I എനിക്ക് അറിയാമെങ്കിൽ ഈ ബ്രാഞ്ച് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ എനിക്ക് I(t) എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ബിക്കോസ് ദിസ് കറണ്ട് വിൽ ബി ഈക്വൽ ടു കറണ്ട് ഡിവിഷൻ റൂൾ വെച്ച് ദിസ് ടോട്ടൽ കറണ്ട് I അല്ലെ ഇൻറ്റു ദിസ് 4 ohm റെസിസ്റ്റർ ഡിവൈഡ് ബൈ 4 + 4 ohm റെസിസ്റ്റർ എന്ന് എഴുതാൻ പറ്റും. നമ്മുടെ സിമ്പിൾ കറണ്ട് ഡിവിഷൻ റൂൾ അല്ലേ? നമ്മൾ ആദ്യത്തെ മോഡ്യൂളിൽ പഠിച്ചതാണ് അല്ലേ? അപ്പൊ അതിവിടെ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. സോ ഇവിടെ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കി will be equal to total current I into 4/4 + 4. What is this current I? ഇവിടെ കണ്ടുപിടിച്ച 3 ആംപിയർ ആണ് അല്ലേ? So that is 3 ആംപിയർ itself, this value. So 3 into 4/4 + 4 is 12/8 equal to 1.5 ആംപിയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, is it clear? അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ ചെയ്തത്? നമ്മൾ t<0 എന്ന് പറഞ്ഞ ടൈമിലുള്ള ഇൻഡക്ടർ വഴി പാസ് ചെയ്യുന്ന കറണ്ട് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സി ഞാൻ ജസ്റ്റ് എൻ്റെ ടൈം എന്ന് പറയുന്ന ആ സൈക്കിളിനെ
ഇത്രയും പോർഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻഡക്ടർ കറണ്ട് എന്തായിട്ട് മാറി? ഇൻഡക്ടർ കറണ്ട് വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 1.5 ആംപിയർ ആണ്. അതായത് ഇത്രയും റേഞ്ചിൽ നമ്മുടെ ഇൻഡക്ടർ കറണ്ട് 1.5 ആംപിയർ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ t = 0 ആയപ്പോൾ എന്ത് പറ്റി? ഈ സ്വിച്ചിങ് സംഭവിച്ചു അല്ലെ? അപ്പൊ സ്വിച്ചിങ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റി? സ്വിച്ചിങ് സംഭവിക്കുമ്പോൾ കണ്ടു ഈ സർക്യൂട്ട് ഇങ്ങനെ ഓപ്പൺ ആയി അല്ലെ? ഓപ്പൺ ആയാൽ എന്ത് പറ്റും? ഇത്രയും പോർഷൻ വഴി പിന്നെ കറണ്ട് എന്ത് ചെയ്യില്ല? പാസ് ചെയ്യത്തില്ല. മനസ്സിലായി? ഇതുവഴി കറണ്ട് എന്ത് ചെയ്യില്ല? പാസ് ചെയ്യത്തില്ല, ഇതുവഴി പോകത്തില്ല. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സർക്യൂട്ട് എത്ര മാത്രമായി മാറി? ഇത് മാത്രമായിട്ട് മാറി. അപ്പൊ ആ കേസില് ഈ 0 എന്ന് പറയുന്ന മൊമെന്റ് കഴിഞ്ഞ തൊട്ടടുത്ത ഇൻസ്റ്റന്റ് ആണ് ഞാൻ 0+ എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് മുന്നുള്ള ഇൻസ്റ്റന്റ് ആണ് 0- നമ്മളിപ്പോ പറഞ്ഞിരുന്നത്. അപ്പോ ഞാൻ പറയാണ് ഫോർ t > 0 ആവുന്ന സമയത്ത്, ദിസ് ഇസ് സ്റ്റെപ്പ് 2 പറയുകയാണെ. സ്റ്റെപ്പ് 2 പറയുന്ന സമയത്ത് എനിക്ക് അവിടെ എന്ത് പറയാം? ഈ ഇൻഡക്ടർ കറണ്ട് I0+ എന്ന് എനിക്ക് പറഞ്ഞൂടെ? പക്ഷെ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇൻഡക്ടർ വഴി പാസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യത്തില്ല? കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. ഒരു ഇൻസ്റ്റന്റിൽ സഡൻലി ഇൻഡക്ടർ വഴി പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യത്തില്ല എന്നാണ് പ്രോപ്പർട്ടി. എന്ന് വെച്ചാൽ ഒരു മൊമെന്റ് 0- പറഞ്ഞ ഒരു മൊമെന്റില് കറണ്ട് ഇൻഡക്ടർ വഴി പാസ് ചെയ്യുന്ന കറണ്ട് 1.5 ആംപിയർ ആണെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിലുള്ള 0+ എന്ന് പറയുന്ന ആ ടൈം മൊമെന്റിൽ പർട്ടിക്കുലർ സെക്കൻഡില് ഈ പറയുന്ന ഇൻഡക്ടർ വഴിയുള്ള, ഈവൻ ദോ ഇൻഡക്ടർ ക്ലോസ് ആയിരുന്നത് ഓപ്പൺ ആയെങ്കിൽ പോലും ആ ഇൻഡക്ടർ വഴി പാസ് ചെയ്യുന്ന കറണ്ടിന് ചേഞ്ച് വരത്തില്ല എന്നാണ് പറയുന്നത്. അതായത് I0- I0+ രണ്ടും എന്ത് തന്നെയായിരിക്കും? 1.5 ആംപിയർ തന്നെ ആയിരിക്കും. ബിക്കോസ് എന്താണ്? കറണ്ട് ത്രൂ ഇൻഡക്ടർ cannot change instantaneously. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. കപ്പാസിറ്ററിന് എന്തായിരുന്നു പ്രോപ്പർട്ടി? കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ 0- 0+ എത്തുന്ന മൊമെന്റിൽ ഇറ്റ്സ് വോൾട്ടേജ് കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി ആണ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഇൻഡക്ടറിൽ എന്താണ്? കറണ്ട് ചേഞ്ച് ആവത്തില്ല എന്നാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോ എന്ത് മനസ്സിലായി? ഈ t > 0 ആയ നെക്സ്റ്റ് മൊമെന്റിൽ ഈ എന്ത് സംഭവിക്കത്തില്ല? ഇൻഡക്ടർ വഴിയുള്ള കറണ്ടിൽ ഇൻഡക്ടർ വഴിയുള്ള കറണ്ടിൽ ചേഞ്ച് വരുമോ? ഇല്ല, ചേഞ്ച് വരത്തില്ല. അപ്പൊ ഈ മൊമെന്റിൽ നമ്മളിപ്പോ പറഞ്ഞു, ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഏത് മാത്രമേ ഉള്ളൂ? ഇത്രയും മാത്രമേ വർക്കിംഗ് ഉള്ളൂ. അപ്പൊ അതിനെ മാത്രം നമുക്കൊന്ന് റീഡ്രോ ചെയ്ത് വരച്ചാലോ? അപ്പൊ അതെങ്ങനെയായിരിക്കും കാണാൻ? നമുക്ക് ഇവിടെ ഒരു 4 ohm ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 4 ohm വന്നു, ഇവിടെ നമ്മുടെ 2 ഹെൻറി എന്ന് പറയുന്ന ഇൻഡക്ടർ വന്നു. ഈ ഇൻഡക്ടർ ഇപ്പൊ എന്താണ്? ഇപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് കഴിഞ്ഞില്ലേ? എന്ന് വെച്ചാൽ ആ സ്വിച്ചിങ് നടന്ന മൊമെന്റില് ക്ലോസ് ആയോ ഓപ്പൺ ആയോ, സ്വിച്ചിങ് നടന്ന മൊമെന്റ് തൊട്ട് എന്താണ് നമ്മൾ പറയുന്നത്? ട്രാൻസിയൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ ട്രാൻസിയൻ സ്റ്റേറ്റ് ആകുമ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും എന്തായിട്ട് മാറും? നമ്മൾ അതേപോലെ തന്നെ അതിനെ വരയ്ക്കുക. മനസ്സിലായി? കാരണം അത് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പിന്നെ നടക്കാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സാധനത്തിന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സും ആയിരിക്കാം. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ 4 ഉം 4 ഉം സീരിയൽ അല്ലേ? അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്ത് 4 + 4 8 ohm, ഒരൊറ്റ 8 ohm ആക്കി എഴുതുക. ഇൻ പാരലൽ വിത്ത് ദി റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ് 2 ഹെൻറി ആയിട്ട് എഴുതി. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി എന്താ പറയുന്നത്? അപ്പൊ ഈ സർക്യൂട്ട് എന്താണ്? ദിസ് സർക്യൂട്ട് ഇസ് ആക്ച്വലി ദാറ്റ് ഓഫ് ദിസ് ഇസ് R ആണ്, ദിസ് ഇസ് L അല്ലേ? അല്ലെ? ദിസ് ഇസ് ആക്ച്വലി ഒരു സോഴ്സ് ഫ്രീ ആയിട്ടുള്ള RL സർക്യൂട്ട് അല്ലേ? കാരണം സോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞേനെ. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ദിസ് ഇസ് എ സോഴ്സ് ഫ്രീ RL സർക്യൂട്ട് ആണ്. മനസ്സിലായോ? അപ്പൊ ഇതൊരു നമുക്ക് ഇങ്ങനെ പറയാം, ദിസ് ഇസ് എ നാച്ചുറൽ സോഴ്സ് ഫ്രീ RL സർക്യൂട്ട് ആണ്. മനസ്സിലായോ? ഒരു സോഴ്സ് ഫ്രീ RL സർക്യൂട്ടിന്റെ അതിന്റെ അകത്ത് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഇവിടെ നമ്മൾ I(t) എന്നല്ലേ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരുന്നത്? ദിസ് വാസ് I(t) അല്ലേ? അതുതന്നെ എവിടെ എഴുതിയത്? ദിസ് ഇസ് I(t). അതിന്റെ റെസ്പോൺസ് മനസ്സിലായോ? ഒരു നാച്ചുറൽ സോഴ്സ് ഫ്രീ RL സർക്യൂട്ടിന്റെ റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഔട്ട്പുട്ടിനെ എനിക്ക് I(t) എന്ന് പറയാം. അതിന്റെ എക്സ്പ്രഷൻ എന്താ നോക്കി? വിൽ ബി ഈക്വൽ ടു I0 into e⁻ t into R by L ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇതൊരു ഡെറിവേഷൻ ആയിരുന്നു അല്ലേ? നമ്മൾ പഠിച്ച ഡെറിവേഷൻ ആയിരുന്നു. അതിന്റെ ഫൈനൽ റിസൾട്ട് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്ത് ഒരു സോഴ്സ് ഫ്രീ RL സർക്യൂട്ട് ആക്കി എഴുതിയെങ്കിൽ ഈ RL സർക്യൂട്ടിന്റെ റെസ്പോൺസ് ആണ് I(t). അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. for t > 0. അപ്പോൾ t > 0 ദിസ് I(t) നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വിൽ ബി ഈക്വൽ ടു ഈ എക്സ്പ്രഷൻ I0 എന്താണ്?
ദിസ് ഐ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് സി ഐ നോട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഇൻഡക്ടറിന്റെ കറണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. 1.5 ആംപിയർ പറഞ്ഞില്ലേ? ഓക്കെ, ദാറ്റ് 1.5 ആംപിയർ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഐ നോട്ട് എന്ന് പറയുന്ന കറണ്ട്. Okay, so that is I naught is 1.5 ampere into e raised to minus t into what is R in the value? 8 ohm divided by L in the value is 2. That is 1.5 into e raised to minus 4t in the kittem. This is your expression for the I of t for t greater than 0. മനസ്സിലായോ? ഇനി ഇവിടെ നമ്മൾ ഈ പറയുന്ന ആർ ബൈ എൽ എന്നൊരു ടേം എഴുതിയില്ലേ? ദിസ് ടേം ആർ ബൈ എൽ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ചോദിച്ചാൽ അങ്ങനെ എഴുതാം നമുക്ക്. ടൈം കോൺസ്റ്റന്റ് ഇസ് ഗിവൻ ബൈ ദ സിമ്പിൾ ടോ അല്ലെ, വിൽ ബി ഈക്വൽ ടു നമ്മൾ അതിന്റെ ഇൻവേർട്ട്, അതായത് എൽ ബൈ ആർ, അതായത് 1/r ബൈ എൽ ആണ് എൽ ബൈ ആർ, ദാറ്റ് ഇസ് എൽ ബൈ ആർ. ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? 2/8 ദാറ്റ് ഇസ് 1/4 ഈക്വൽ ടു 0.25 സെക്കൻഡ്സ് എന്ന് പറയും. ദാറ്റ് ഇസ് യുവർ ടൈം കോൺസ്റ്റന്റ്. മനസ്സിലായി? പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അവർ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? ഐ ഓഫ് ടി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ടൈം കോൺസ്റ്റന്റ് ചോദിച്ചാൽ നിങ്ങൾ ഇതുപോലെ കണ്ടുപിടിച്ചാലും മതി. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി എന്ത് പറയുന്നത് ടൈം കോൺസ്റ്റന്റ്. ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ വിത്ത് ദി പ്രോബ്ലം നമ്പർ 3. ഓക്കെ, സോ അടുത്ത പ്രോബ്ലം നമ്പർ 3 നോക്കേ. ഒബ്റ്റെയിൻ ദ ട്രാൻസിയന്റ് കറന്റ് റെസ്പോൺസ് ഓഫ് എ സീരീസ് RC സർക്യൂട്ട് when subjected to DC input voltage V. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 3 പ്രോബ്ലംസും ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം നിങ്ങളുടെ പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം ചോദിക്കാൻ ഇതേമാതിരി ഇതേ ഡിട്ടോ രീതിയിലായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് ബിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന്റെ വെയിറ്റേജ് നിങ്ങൾ ആലോചിക്കുക, കറസ്പോണ്ടിങ്ങിൽ അത്രയും വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇതെന്താണ്? ദിസ് ഇസ് ആക്ച്വലി ഒരു ഡെറിവേഷൻ ആണ്. എന്ന് വെച്ചാൽ യു ഹാവ് ടു ഒബ്റ്റെയിൻ ദ ട്രാൻസിയന്റ് കറന്റ് റെസ്പോൺസ്. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറന്റ് ഓഫ് എ സീരീസ് RC സർക്യൂട്ട് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഇതൊരു വോൾട്ടേജ് ഉള്ള വെൻ സബ്ജക്റ്റഡ് ടു DC ഇൻപുട്ട് വോൾട്ടേജ് V എന്ന് വെച്ചാൽ ഒരു DC ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്, പക്ഷേ ഇതൊരു സ്വിച്ചും കൂടെ ഉള്ള ഒരു R. ഓക്കെ, ദിസ് ഇസ് R ആണ്. ആൻഡ് ഇതിന് അക്രോസ് ആയിട്ടുള്ള ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? ദിസ് ഇസ് VR ആണ് വിചാരിച്ചു. ഫോളോഡ് ബൈ ദിസ് ഇസ് എ കപ്പാസിറ്റർ. മനസ്സിലായോ? അപ്പൊ ഇതൊരു കപ്പാസിറ്റർ ആയില്ലേ? ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VC ഓഫ് ടി. ദിസ് ഇസ് VR ഓഫ് ടി ആയില്ലേ? മനസ്സിലായോ? അപ്പൊ ഈ സർക്യൂട്ടിന്റെ കാര്യത്തിൽ അവർ പറഞ്ഞു, ഈ സർക്യൂട്ടാണ് കണ്ടോ, ഒരു DC വോൾട്ടേജ് V ഉണ്ട്, RC ആണ്. അപ്പൊ ഇതിന്റെ ട്രാൻസിയന്റ് കറന്റ് റെസ്പോൺസ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ട്രാൻസിയന്റ് കറന്റ് നമ്മൾ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഡെറിവേഷൻ ആണ് പഠിക്കേണ്ടത്. ഞാൻ ഡീറ്റെയിൽ എടുത്ത് ചെയ്യാൻ പോവാണ്. ഇതുപോലെ എന്തിന്റെ ഉണ്ട്? RLന്റെ ഉണ്ട്, RLCയുടെ ഉണ്ട്, സോഴ്സ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള 6 കേസ് ഉണ്ട്. മസ്റ്റായിട്ടും പഠിച്ചിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡെഫിനറ്റ്ലി ചോദിച്ചിരിക്കും. ആൻഡ് എല്ലാം അത്യാവശ്യം ലെങ്തി ഓഫ് ഡെറിവേഷൻ ആണ്. അപ്പൊ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പാർട്ട് ബിയിൽ കിട്ടും ഈ മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡെറിവേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിയേ, ഐ എം അസ്യൂമിങ് ദാറ്റ് ട്രാൻസിയന്റ് പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നമ്പർ ലൈൻ എടുക്കുക. നമ്മുടെ ടൈം എടുക്കുമ്പോൾ t ഈക്വൽ ടു 0, t ലെസ് ദാൻ 0 ഉണ്ട്, t ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് t ലെസ് ദാൻ 0 എന്ന് ആയിരിക്കുന്ന മൊമെന്റില് ഞാൻ എന്ത് പറയും? എന്റെ സ്വിച്ചസ് ഇൻ ഓപ്പൺ കണ്ടീഷൻ അസ്യൂം ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ കാണിക്കും പോലെ t ലെസ് ദാൻ 0 സമയത്തിൽ ഓപ്പൺ ആയിരുന്നാൽ അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ കാണുന്ന എൻറ്റയർ തിങ് വഴി കറണ്ട് ഫ്ലോ ചെയ്യൂ? ഇല്ല, ഫ്ലോ ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്റർ വഴി കറണ്ട് ഫ്ലോ ചെയ്യൂ? ഇല്ല. whenever current is flowing through a conductor നമ്മൾ എന്ത് പറയും? ഇത് ഈ കാണുന്ന പെൻ അല്ലെ, ഇത് വഴി എന്താണ് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇതിന്റെ രണ്ട് എൻഡ്സും ഇതിന്റെ അക്രോസ് ആയിട്ട് എന്ത് ഉണ്ടാവുള്ളൂ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവൂ, അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവുള്ളൂ അല്ലെ. സോ കറണ്ട് ഹാസ് ടു ഗോ ത്രൂ ദിസ് ഫോർ ദി വോൾട്ടേജ് ടു ഡെവലപ്പ് അക്രോസ് ഇറ്റ്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണ്? ഈ കപ്പാസിറ്റർ വഴി ഇപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന് എന്ത് പറ്റും? 0 ആവും. മനസ്സിലായോ? സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് VC ഓഫ് ടി എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വിൽ ബി 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ പറയുന്നത് എന്താണ്? ഫോർ ദ ടൈം t ഈക്വൽ ടു 0 എന്ന് പറയുന്ന മൊമെന്റിൽ, ഈ മൊമെന്റിൽ എന്ത് പറ്റുന്നുണ്ട്? ഈ നമ്മുടെ സ്വിച്ച് ക്ലോസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ വി നോ ദാറ്റ് ഇത് ക്ലോസ്ഡ് ആവുന്ന സമയത്ത് എന്ത് പറ്റും? ഇത് ഇങ്ങനെ ആയിരിക്കും. ക്ലോസ്ഡ് ആവുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും അല്ലെ, ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ആവുന്ന സമയത്ത് എന്ത് പറ്റി? അപ്പൊ ഇത് ക്ലോസ്ഡ് ആവുമ്പോൾ ഈ പറയുന്ന വോൾട്ടേജ് സോഴ്സിൽ നിന്ന് വരുന്ന പവറിന് അല്ലെങ്കിൽ കറണ്ടിന് ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ സഡൻലി എന്താണ്? ഈ കപ്പാസിറ്റർ വഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്.
അല്ലെ? പക്ഷെ ഈവൻ ദോ സഡൻലി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്താണ്? അത് സ്റ്റഡി സ്റ്റേറ്റിൽ നിന്നും, ഇവിടെ ഇരുന്നപ്പോൾ കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിലായിരുന്നു, കാരണം അതിൽ മാറ്റമില്ല, സ്റ്റഡി ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതിൽ നിന്നും ഒരു അൺസ്റ്റഡി അല്ലെങ്കിൽ ട്രാൻസിയൻ സ്റ്റേറ്റിലോട്ട് കയറുമ്പോൾ the voltage across a capacitor will not change instantaneously. മനസ്സിലായോ? ഇറ്റ് വിൽ നോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ഈ മൊമെന്റിലുള്ള ഈ വോൾട്ടേജിനെ വി സി ഓഫ് സീറോ മൈനസ് എനിക്ക് പറയാമല്ലോ, അല്ലെ? അവിടെ ആണെങ്കിൽ ഇവിടെ എനിക്ക് വോൾട്ടേജ് ഓഫ് സീറോ പ്ലസ് പറയാം. ദാറ്റ് വിൽ ഓൾസോ ബി ഈക്വൽ ടു വോൾട്ടേജ് ഓഫ് സീറോ മൈനസ് ഈക്വൽ ടു സീറോ ആണ്, സിൻസ് ദ കപ്പാസിറ്റർ വോൾട്ടേജ് വിൽ നോട്ട് ചേഞ്ച് instantaneously. Clear അല്ലേ? This is a property. Okay അല്ലേ? അപ്പോൾ ഇനി t greater than 0 ആവുന്ന സമയത്ത് എന്ത് പറ്റും? t greater than ആവുന്ന സമയത്തും again സ്വിച്ച് ക്ലോസ്ഡ് തന്നെയാണ്. അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, t ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത്, പ്ലസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് വരെ എന്താണ്? ഈ t greater than 0 ആകുമ്പോൾ ക്ലോസ് തന്നെയാണ് സ്വിച്ച്. അപ്പൊ പക്ഷെ എന്ത് ചെയ്യും? ഇനീഷ്യലി t equal to 0 ആയ മൊമെന്റില് വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ 0 ആണെങ്കിൽ പോലും പിന്നെ ആസ് ടൈം ഗോസ് ഓൺ എന്ത് പറ്റും? ഈ കപ്പാസിറ്റർ വഴിയുള്ള കറണ്ട് പതിയെ എന്ത് പറ്റും? കൂടി വരും. അത് കാരണം കപ്പാസിറ്റർ എന്ത് ചെയ്യും? അതിന്റെ വോൾട്ടേജും കൂടി വരും. അതായത് കപ്പാസിറ്റർ എന്ത് തുടങ്ങും? ചാർജ് ചെയ്ത് തുടങ്ങും. മനസ്സിലായോ? അപ്പൊ എന്ത് പറ്റും? നമ്മുടെ അതായത് വി സി ഓഫ് ടി എന്ന് പറയുന്ന വോൾട്ടേജിന് എന്ത് പറ്റും? അത് സ്ലോലി 0യിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് എന്ത് പറ്റും? വേറൊരു സ്റ്റഡി സ്റ്റേറ്റിലോട്ട് ചെന്നെത്തും. കാരണം എപ്പോഴും നമ്മുടെ എല്ലാ ഡിവൈസും അതൊരു സ്റ്റഡി സ്റ്റേറ്റിൽ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. പെട്ടെന്നൊരു ചേഞ്ച് വരുന്നതാണ് ട്രാൻസിയൻസ്. പക്ഷെ എന്നിട്ടും ട്രാൻസിയൻസ് വന്നാലും പതിയെ അതൊരു സ്റ്റഡി സ്റ്റേറ്റിലോട്ട് പോകാൻ നോക്കും. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ചാർജിങ് കറണ്ട് ഇല്ലേ, ഈ കപ്പാസിറ്ററിലുള്ള അതുവഴി പാസ് ചെയ്യുന്ന ചാർജിങ് കറണ്ട് എന്ത് പറ്റും? ചാർജിങ് കറണ്ട് എന്ത് പറ്റും? ആദ്യം അത് കൂടുതലാണ്, അല്ലെ? സ്റ്റാർട്ടിങ്ങിൽ ഇത് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ചാർജ് കറണ്ട് കൂടുതലാണെങ്കിൽ പോലും പിന്നെ ഇവഞ്ച്വലി എന്ത് ചെയ്യും? ഈ കപ്പാസിറ്റർ കറണ്ടിനെ എടുത്തിട്ട് ആ അതിന്റെ ചാർജ് സ്റ്റോർ ചെയ്ത് വരുമ്പോഴേക്കും എന്ത് പറ്റും? ഈ ചാർജിങ് കറണ്ട് സ്ലോലി ഡിക്രീസ് ചെയ്ത് അവസാനം അതും ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് വന്നെത്തും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അവർ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് വി ആർ സപ്പോസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ റെസ്പോൺസ്, കറണ്ട് റെസ്പോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ആ ഡെറിവേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ. ആദ്യം നമ്മൾ ഐ എം ടേക്കിംഗ് ദ വോൾട്ടേജ്, ദ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് എ സർക്യൂട്ട് ആരൊക്കെ കാരണം ഉണ്ടായത്? നമ്മുടെ റെസിസ്റ്ററിന്റെ വി ആർ ഓഫ് ടി കാരണവും കപ്പാസിറ്ററിന്റെ വി സി ഓഫ് ടി കാരണമാണ് ഉണ്ടായത്. ഇക്വേഷൻ നമ്പർ 1 ആക്കി എഴുതിക്കോ. ആൻഡ് കപ്പാസിറ്റർ വോൾട്ടേജിന്റെ ഒരു ജനറിക് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? വി എ റിലേഷൻ എന്താ പറയുക? നമ്മള് 1/c ഇന്റഗ്രൽ ഐ ഓഫ് ടി ഇൻറ്റു ഡി ടി എന്ന് എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ് ഞാൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഇക്വേഷൻ, അതായത് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഇക്വേഷൻ ഉണ്ട്, കറണ്ടിന്റെ ഇക്വേഷൻ ഉണ്ട്. കറണ്ട് ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? ഐ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു സി ഇൻറ്റു ഡി വി സി ഓഫ് ടി ബൈ ഡി ടി എന്നും പറയാം. ഈ രണ്ട് ഇക്വേഷൻസും നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഇക്വേഷനിൽ നിന്നും ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്ത ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനിൽ നിന്നും രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും, ഈ ആദ്യത്തെ ഈ ഇക്വേഷനും കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഇപ്പൊ എന്ത് എനിക്ക് കിട്ടിയത്? ആക്ച്വലി കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഇവിടെ കിട്ടി എനിക്ക്. ഇനി അതുപോലെ എനിക്ക് എന്ത് വേണം? എനിക്ക് റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വേണം. ദാറ്റ് ഇസ് വി ആർ ഈക്വൽ ടു ഓംസ് ലോ വെച്ച് എനിക്ക് എന്തറിയാം? വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് ഈക്വൽ ടു ഐ ഓഫ് ടി ഇൻറ്റു ആർ ആണെന്ന് എനിക്കറിയാം, അല്ലെ? കറണ്ട് ഇൻറ്റു ആർ ആണെന്ന് എനിക്കറിയാം. കറക്റ്റ് അല്ലേ? കാരണം ഈ ഐ ഓഫ് ടി എന്തിനാ ഇടുന്നത്? കാരണം നമ്മുടെ ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ സി ഇതുവഴി പോകുന്ന കറണ്ട് ആണ് ദിസ് ഐ ഓഫ് ടി. സെയിം ഐ ഓഫ് ടി ആണ് ആറും സിയും വഴി പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും സെയിം ഐ ഓഫ് ടി യൂസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇൻ ദിസ് കേസ് ഐ നോ ദ വാല്യൂ ഓഫ് ഐ ഓഫ് ടി. ഇപ്പൊ കണ്ടുപിടിച്ചല്ലേ? എന്താണ് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചത്? സി ഇൻറ്റു ഡി വി സി ഓഫ് ടി ബൈ ഡി ടി എന്ന് കണ്ടുപിടിച്ചല്ലോ, അല്ലെ? അതിരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എക്സ്പ്രഷൻസും നമുക്ക് ഇൻ ദ ഇക്വേഷൻ നമ്പർ 1 ഇട്ടാൽ എന്ത് പറ്റും? വിൽ ബി ഈക്വൽ ടു വി ആർ എന്ന് പറയുന്നത് എന്താണ്? സി ഡി വി സി ഓഫ് ടി ബൈ ഡി ടി പ്ലസ് നമുക്ക് എന്ത് കിട്ടും? ഈ വി സി ഓഫ് ടിയുടെ വാല്യൂ കിട്ടും, അല്ലെ? വി സി ഓഫ് ടിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ ത്രൂ ഔട്ട് ആയിട്ട് ഇവിടെ ആക്ച്വലി വൺ മോർ തിങ് ഇസ് ദിസ് ആർ ഇസ് ഓൾസോ ദർ. അപ്പോൾ ആർ ഇൻറ്റു സി വരത്തില്ലേ? അപ്പൊ ഞാൻ ഇനി ഇവിടെ ത്രൂ ഔട്ട് ആയിട്ട് ഐ ആം ഡിവൈഡിങ് ബൈ
ഈ ഒരു ടേം, ഈ ആർ സി എന്ന് പറയുന്ന ഈ ടേമിനെ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും നോക്കിയേ, വി ബൈ ആർ സി വിൽ ബി ഈക്വൽ ടു ആർ സി ബൈ ആർ സി 1 അല്ലേ, സോ ഡി വി സി ഓഫ് ടി ബൈ ഡി ടി പ്ലസ് വി സി ഓഫ് ടി ബൈ ആർ സി അല്ലേ. അപ്പൊ ത്രൂ ഔട്ട് ഞാൻ എന്ത് ചെയ്തു, ആർ സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലേ, അപ്പൊ അതിന് ഇക്വേഷൻ നമ്പർ 2 ആക്കി നിങ്ങൾ ഒന്ന് എഴുതിക്കോ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ നമ്മള് ഈ ആർ സി എന്ന് പറഞ്ഞ ടേം എഴുതിയില്ലേ, ഈ ആർ സി എന്ന് പറഞ്ഞ ടേമിനാണ് ഞാൻ ഇവിടെ ടോ എന്ന് പറയാൻ പോകുന്നത്, വിച്ച് ഇസ് മൈ ടൈം കോൺസ്റ്റന്റ് ഇൻ സെക്കൻഡ്സ് ആണ് എഴുതുന്നത്. മനസ്സിലായോ? ഓക്കെ, ആൻഡ് ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു എക്സ്പ്രഷനിലെ ഇക്വേഷൻ നമ്പർ 2, ദിസ് ഇസ് ആക്ച്വലി എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി എന്ത് ചെയ്യണം, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സോൾവ് ചെയ്യണം. അപ്പൊ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, സൊല്യൂഷൻ ഓഫ് ദാറ്റ് ഗിവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ആ ഒരു എക്സ്പ്രഷൻ കിട്ടിയില്ല, എക്സ്പ്രഷൻ ഒന്നും കൂടെ ഇവിടെ എടുത്ത് എഴുതിയേക്കാം. ഓക്കെ, ഇതല്ലേ നമുക്ക് അവിടെ കിട്ടിയ സൊല്യൂഷൻ അല്ലെ, ഈ സൊല്യൂഷൻ എഴുതിയിട്ട്, അപ്പൊ ദിസ് ഇസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് ശ്രദ്ധിച്ചേ. നമ്മള് ഈ LHS സൈഡിലും RHS സൈഡിലും ഐ എം ട്രൈങ് ടു മൾട്ടിപ്ലൈഡ് ബൈ ദ ടേം ഓഫ് ഡി ടി. മനസ്സിലായോ? ഈ രണ്ട് സൈഡിൽ ഡി ടി വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്ത് കിട്ടും നോക്കി, ഇവിടെ വി ബൈ ആർ സി ഇൻറ്റു ഡി ടി വിൽ ബി ഈക്വൽ ടു, ഇവിടെ ഡി വി സി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ചെയ്യുമ്പോൾ ഡി ടി ഡി ടി ക്യാൻസൽ ആകുമ്പോൾ ഡി വി സി ഓഫ് ടി പ്ലസ് വി സി ഓഫ് ടി ബൈ വി സി ഓഫ് ടി ബൈ ആർ സി ഇൻറ്റു ഡി ടി കിട്ടിയില്ലേ. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡി വി സി ഓഫ് ടി ടേമിനെ മാത്രം റീറ്റൈൻ ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് എന്ത് എഴുതും, നമുക്കിത് ഇവിടെ വി ബൈ ആർ സി, ഡി ടി ടേംസ് കോമൺ എടുത്താൽ മൈനസ് വി സി ഓഫ് ടി ബൈ ആർ സി ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി വി സി ഓഫ് ടി എന്ന് കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ എന്നിട്ട് ഈ ഡി ടി എന്ന് പറഞ്ഞ ടേം ഇവിടെ ഇട്ടിട്ട് ഈ സാധനം നമുക്ക് ഇവിടെ താഴോട്ട് കൊണ്ടുപോയാലോ. അപ്പൊ എന്ത് കിട്ടും, dt will be equal to dvc of t divided by v minus vc of t, the whole thing divided by rc അല്ലേ, the whole thing divided by rc എന്ന് കിട്ടി. അപ്പൊ എന്നിട്ട് ഈ ആർ സി എന്ന ടേമിന് എനിക്ക് എന്ത് ചെയ്യാം, മേലോട്ട് കൊണ്ടുപോയി എഴുതാലോ. അതായത് ഇങ്ങനെ കിട്ടും, ആർ സി ഇൻറ്റു ഡി വി സി ഓഫ് ടി ഡിവൈഡ് ബൈ വി മൈനസ് വി സി ഓഫ് ടി എന്ന് കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു ഡി ടി ആണല്ലോ അല്ലെ. ലെറ്റ് ദാറ്റ് ബി ദ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് സൈഡ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? ഈ രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ ഇന്റഗ്രേഷൻ ഓഫ് ഡി ടി എന്ത് കിട്ടും, ടി എന്ന് കിട്ടും അല്ലെ. ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷനും മ്യൂച്വലി ക്യാൻസൽ ഔട്ട് ചെയ്യും. വിൽ ബി ഈക്വൽ ടു, ഇവിടെ ആർ സി ഇസ് എ കോൺസ്റ്റന്റ് വിച്ച് ക്യാൻ ബി ടേക്കൺ ഔട്ട് ഓഫ് ദ ഇന്റഗ്രൽ ഇക്വേഷൻ. സോ ആർ സി ഇന്റഗ്രൽ ഡി വി സി ഓഫ് ടി ബൈ വി മൈനസ് വി ടി എന്ന് കിട്ടും. അതിന് എന്ത് ചെയ്യാൻ നോക്കാം. അതായത് ടി വിൽ ബി ഈക്വൽ ടു, ഓക്കെ, ആർ സി ഇന്റഗ്രൽ ഡി വി സി ഓഫ് ടി ബൈ വി മൈനസ് വി സി ഓഫ് ടി എന്ന് കിട്ടിയാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ താഴത്തെ വി മൈനസ് വി സി ഓഫ് ടി എന്നൊരു സാധനം കിട്ടി. എപ്പോഴും ഇന്റഗ്രൽ ഓഫ് 1 ബൈ ഒരു വേരിയബിൾ വന്നാൽ അത് ലോഗ് ടേമിലാവും, നാച്ചുറൽ ലോഗ് ഓഫ് ടേമിലാവും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിനോമിനേറ്റർ ഈ ടേം ഇല്ലേ, ഈ എൻറ്റയർ തിങ്ങിനെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് വി മൈനസ് വി സി ഓഫ് ടീനെ ലെറ്റ് ഇറ്റ് ബി സം വാല്യൂ യു ആയിട്ട് എഴുതാം. ലെറ്റ് ഇറ്റ് ബി സം വാല്യൂ യു ആക്കി അങ്ങ് നമുക്ക് എഴുതിയാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നോക്കി. എന്നിട്ട് നമുക്ക് ഈ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എനിക്കറിയാം മൈ വേരിയബിൾസ് എന്താണ്, ഈ ഡി വി സി ഓഫ് ടി എന്ന് പറയുന്ന ഈ ടേം ആണ് വേരിയബിൾ. അതായത് ഇവിടെ യു ഇസ് എ വേരിയബിൾ, കാരണം നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ ആണ്. ആൻഡ് ദിസ് വി സി ഓഫ് ടി ഇസ് ഓൾസോ വേരിയബിൾ. അപ്പൊ രണ്ട് സൈഡ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഈ വി ഇസ് എ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് ഡിഫറൻസിയേഷൻ ഓഫ് ദിസ് വി ഇസ് എ കോൺസ്റ്റന്റ്. സോ 0 മൈനസ് എന്ത് കിട്ടും, ഡി വി സി ഓഫ് ടി വിൽ ബി ഈക്വൽ ടു ഡിഫറൻസിയേഷൻ ഓഫ് യു എന്താണ്, ഡി എന്ന് കിട്ടും. അതായത് നമുക്ക് എന്ത് കിട്ടി, ഡി വി സി ഓഫ് ടി ഈക്വൽ ടു മൈനസ് ഡി യു എന്ന് എനിക്ക് എഴുതാമെന്നായി അല്ലെ. അപ്പൊ ഇവിടെ ഈക്വൽ ടു ആർ സി ഇന്റഗ്രൽ ഈ ഡി വി സി ഓഫ് ടി എന്തായിട്ട് മാറി, മൈനസ് ഡി യു ഡിവൈഡ് ബൈ വി മൈനസ് വി സിനെ നമുക്ക് എങ്ങനെ എഴുതാം, യു ആയിട്ട് എഴുതാം. അതായത് മൈനസ് ആർ സി ഇൻറ്റു 1 ബൈ യു ഇൻറ്റു ഡി യു. ആൻഡ് വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ഇന്റഗ്രേഷൻ, 1 ബൈ യു ഇൻറ്റു ഡി യു ഇസ് ഈക്വൽ ടു എന്താണ്, ലോഗ് യു. അതായത് മൈനസ് ആർ സി നാച്ചുറൽ ലോഗ് മോഡ് യു എന്ന് എനിക്ക് എഴുതാൻ പറ്റും. പ്ലസ് സം വാല്യൂ ഒരു കോൺസ്റ്റന്റ് കെയും കൂടെ കാണും. മനസ്സിലായോ? ഈ കോൺസ്റ്റന്റ് കെയിനെ എനിക്ക് ഇപ്പുറത്തോ ഇടാം. ഓക്കെ, സോ പ്രിഫറബിളി ഇൻ ദിസ് ഡെറിവേഷൻ നമ്മൾ ഇപ്പുറത്തെ എഴുതുന്നത് ദിസ് ഇസ് ഈക്വൽ ടി അല്ലേ, പ്ലസ് ഒരു കോൺസ്റ്റന്റ് കെയും കൂടെ നമ്മൾ ഇവിടെ എഴുതി, ഇങ്ങനെ എഴുതിയേക്കുന്നത്.
ഓക്കെ, ഇനി നമ്മൾ ഈ ആർ സി മൈനസ് ആർ സി നാച്ചുറൽ ലോഗ് യുക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി മൈനസ് വി സി ഓഫ് ടി, എൻ്റെ ആക്ച്വൽ വാല്യൂ തന്നെ നമ്മളിത് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ ഇസ് ദ സൊല്യൂഷൻ, ഈസ് എ സൊല്യൂഷൻ ടു ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് മനസ്സിലായല്ലോ? മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഇപ്പുറത്തെ എഴുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻ നമ്പർ 2. അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എഴുതിക്കും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത എയിം എന്താന്ന് വെച്ചാൽ ഇതില് ഈ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ അതിന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അറ്റ് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ സ്വിച്ചിങ് മൊമെന്റ് ഇല്ലേ, ആ സ്വിച്ചിങ് മൊമെന്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ 0+ എന്തായിരുന്നു? 0 ആയിരുന്നു അല്ലെ? അപ്പൊ ആദ്യം ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ കെ പ്ലസ് ടി അല്ലേ, സോ കെ പ്ലസ് ടി ഈക്വൽ ടു 0 അല്ലേ? 0 വിൽ ബി ഈക്വൽ ടു മൈനസ് ആർ സി നാച്ചുറൽ ലോഗ് ഓഫ് വി മൈനസ് വി സി ഓഫ് ടി. എത്രയാണ്? 0 എന്നല്ലേ ഇപ്പൊ പറഞ്ഞേ അല്ലേ? ദാറ്റ് ഇസ് 0 ആയിട്ട് മാറി എന്ന് പറഞ്ഞു. അതായത് കെ ഈക്വൽ ടു മൈനസ് ആർ സി നാച്ചുറൽ ലോഗ് വി ആയിട്ട് മാറി. ഇക്വേഷൻ നമ്പർ 4 ആയിക്കോ. ഇനി എന്ത് ചെയ്യുക? ഈ കെയുടെ വാല്യൂ എടുത്തിട്ട് നമ്മൾ ബാക്ക് ടു ദ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. അതായത് ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 ഞാൻ ഒന്നും കൂടെ എഴുതുകയാണ്. ഇവിടെ ഇക്വേഷൻ നമ്പർ 3 ഞാൻ ഒന്നും കൂടെ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുമ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 3. ദിസ് ഇസ് എന്താണ്? കെ പ്ലസ് ടി ഈക്വൽ ടു നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടിയത്. ആൻഡ് ഇക്വേഷൻ നമ്പർ 4 നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇക്വേഷൻ നമ്പർ 4 നിന്ന് ഐ ഗോട്ട് ഇറ്റ് ആസ് കെ ഈക്വൽ ടു എന്ത് നമുക്ക് കിട്ടി? മൈനസ് ആർ സി നാച്ചുറൽ ലോഗ് ഓഫ് മോഡ് വി എന്ന് കിട്ടി അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഇതിനെടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ ഇക്വേഷൻ നമ്പർ 3 എന്തായിട്ട് മാറി? കെക്ക് പകരം മൈനസ് ആർ സി നാച്ചുറൽ ലോഗ് മോഡ് വി പ്ലസ് ടി ഈക്വൽ ടു മൈനസ് ആർ സി നാച്ചുറൽ മോഡ് വി മൈനസ് വി സി ഓഫ് ടി ആയിട്ട് മാറി അല്ലെ? ഇനി എന്ത് ചെയ്യാം? ദിസ് ടി ഈക്വൽ ടു എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാം. അപ്പൊ ഈ മൈനസ് ആർ സി ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആർ സി ആയിട്ട് മാറും അല്ലെ? അപ്പോൾ ഇപ്പൊ രണ്ട് സൈഡിൽ നിന്ന് ആർ സി കോമൺ ആക്കി എടുത്താൽ ഈ ആർ സി ഇവിടെ വരുമ്പോൾ പ്ലസ് ആർ സി അല്ലേ? അപ്പോ ഇവിടെ മൈനസ് ആർ സി ഈ ടേം അതുപോലെ ഇവിടെ വരുവേ. മൈനസ് ആർ സി നാച്ചുറൽ ലോഗ് ഓഫ് വി മൈനസ് വി സി ഓഫ് ടി അല്ലെ? അപ്പൊ ആർ സി ഞാൻ കോമൺ ആക്കി എടുത്താൽ എങ്ങനെ വരും? മൈനസ് ആർ സി കോമൺ ആക്കി എടുത്താൽ ലോഗ് ഓഫ് ഈ സാധനം ഇവിടെ പ്ലസ് ലോഗ് ഓഫ് വി എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോ ഇവിടെ നമ്മൾ മൈനസ് കോമൺ ആക്കുമ്പോൾ എന്ത് പറ്റും? ഈ മൈനസ് ആർ സി ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആർ സി അല്ലേ? അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഈ മൈനസ് പ്ലസ് മാറി എന്താവണം? അവിടെ ഒരു മൈനസ് ആണ് അല്ലേ? ഇനി മൈനസ് ആർ സി താഴെ കൊണ്ടുവന്നാലോ? മൈനസ് ടി ബൈ ആർ സി ഇപ്പുറത്ത് വരും. വിൽ ബി ഈക്വൽ ടു ഇവിടെ നോക്കിയേ, ലോഗ് ദിസ് തിങ് ഇസ് എ മൈനസ് ഇത് ദിസ് തിങ് ഇസ് ബി ആണെങ്കിൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ ചെയ്യേണ്ടേ? ലോഗ് എ മൈനസ് ലോഗ് ബി ഈസ് നാച്ചുറൽ ലോഗ് ഓഫ് എ ബൈ ബി എന്നാണ് പ്രോപ്പർട്ടി. അതുപോലെ എങ്ങനെ എഴുതാം? നാച്ചുറൽ ലോഗ് ഓഫ് വി മൈനസ് വി സി ഓഫ് ടി ഡിവൈഡ് ബൈ ബി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ടി ബൈ ആർ സി എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിൽ നമുക്ക് ആന്റി ലോഗ് എടുക്കാം. ആന്റി ലോഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇ റേസ് ടു എഴുതുന്നത്. മനസ്സിലായോ? ഇവിടെ എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി വിൽ ബി ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ ഓഫ് ലോഗ് എന്താണ്? ഇ റേസ് ലോഗ് എന്ന് പറയുന്നത് ഇതാണ് പ്രോപ്പർട്ടി. ഇ റേസ് ടു ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് തന്നെയാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇ റേസ് ലോഗ് എക്സ് എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? വി മൈനസ് വി സി ഓഫ് ടി ബൈ വി തന്നെ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ എന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? എനിക്ക് ഈ വിനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണേ. ഓക്കെ, അപ്പൊ അങ്ങോട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കേ നമുക്ക് എങ്ങനെ കിട്ടും? വി മൈനസ് വി സി ഓഫ് ടി വിൽ ബി ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഈ വി സി ഓഫ് ടി ഇവിടെ ഇപ്പുറത്ത് കൊണ്ടുപോവാവേ. ടി ടേം ഇങ്ങോട്ട് വരുമ്പം വി മൈനസ് വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി വിൽ ബി ഈക്വൽ ടു വി സി ഓഫ് ടി നേടാം. അല്ലെങ്കിൽ വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ഈക്വൽ ടു വി സി ഓഫ് ടി എന്ന് എനിക്ക് ഇടാം അല്ലെ? അപ്പൊ അങ്ങനെ എനിക്ക് ഇടാം. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഈ കിട്ടുന്ന എക്സ്പ്രഷൻ അല്ലേ, ദിസ് എക്സ്പ്രഷൻ എന്താണ്? വി സി ഓഫ് ടി. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റർ വോൾട്ടേജ്. Okay, this is the final expression for the capacitor voltage and transient response. Clear അല്ലേ? അപ്പൊ ഇത് let that be one equation. Equation number A ആക്കി നിങ്ങൾ ഇട്ടോ ഫൈനലി. അപ്പൊ ഇനി എന്ത് വേണം? എനിക്ക് ഇതുപോലെ റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി ആർ അല്ലേ? വി ആർ ഓഫ് ടി എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കിയേ. നമ്മൾ ആദ്യം പറഞ്ഞ കേസ് എന്തായിരുന്നു? ഇവിടെ ഇക്വേഷൻ നമ്പർ 1 കണ്ടോ? വി ഈക്വൽ ടു വി ആർ പ്ലസ് വി സി അല്ലേ? അത് തന്നെ ഇവിടെ എഴുതാം.
അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? VR will be equal to V minus VC of t എന്ന് കിട്ടിയാൽ അതിൽ V minus VC എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ എയിൽ നിന്ന് V minus V into e raised to minus t by RC എന്ന് എഴുതിയാൽ ഈ V ക്യാൻസൽ ആവും അല്ലെ? V രണ്ടും ക്യാൻസൽ ആവും. ആൻഡ് ഈ മൈനസ് ഓഫ് ഇടുമ്പോൾ മൈനസ് മൈനസും പ്ലസ് ആവും. ദാറ്റ് ഈസ് VR of t എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റർ വോൾട്ടേജ്. ഓക്കെ, നമ്മുടെ റെസിസ്റ്റർ വോൾട്ടേജ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ് VR of t. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? V into e raised to minus t by RC എന്ന് എനിക്ക് കിട്ടിയില്ലേ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ B എന്ന് കിട്ടി. ഓക്കെ, V into e raised to minus t by RC കിട്ടി. അപ്പൊ നമ്മുടെ കപ്പാസിറ്റർ വോൾട്ടേജ് നമുക്ക് കിട്ടി, നമുക്ക് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കിട്ടി. ഇനിയിപ്പോ എന്തും കൂടെ വേണം? ഈ സർക്യൂട്ട് വഴി പാസ് ചെയ്യുന്ന ആ എൻറ്റയർ നമ്മുടെ സർക്യൂട്ട് വഴി പാസ് ചെയ്യുന്നേ ഇപ്പൊ നമുക്ക് ഇത് ഈ VR കിട്ടി, VC കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ I of t കൂടെ വേണം അല്ലെ? അപ്പൊ ആ കറന്റ് ത്രൂ ദി സർക്യൂട്ട് I of t വിൽബിക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ കപ്പാസിറ്റർ വഴി പാസ് ചെയ്യുന്ന കറണ്ടും സെയിം അല്ലേ? കപ്പാസിറ്റർ കറണ്ട് എങ്ങനെ പറയുന്നത്? C into d VC of t by dt ആയിരുന്നു അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു C into d by dt of VC of t. നമുക്ക് ഇവിടെ എന്താ കിട്ടിയത് വാല്യൂ? V into 1 minus e raised to, that is V minus V into e raised to minus t by RC എന്ന് കിട്ടും. That is C times of derivative of V എന്താണ്? V is a constant, that is 0. Minus V into e raised to minus t by RC നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? e raised to minus t by RC into minus 1 by RC എന്ന് കിട്ടും അല്ലെ? അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സിയും കൂടെ ക്യാൻസൽ ആവും, ഈ മൈനസും കൊണ്ട് പ്ലസ് ആവും. സോ V into e raised to minus t by RC എന്ന് കിട്ടും. Divide by this R will also be there. This is your expression for the current through the circuit, equation number 3 ഇടാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ഡെറിവേഷനിൽ ചോദിച്ചിരുന്നത് തന്നെ. എന്ന് വെച്ചാൽ നോക്കിയേ, ഒബ്റ്റെയിൻ ദ ട്രാൻസിയന്റ് കറന്റ് റെസ്പോൺസ് ആണ് ചോദിച്ചിരുന്നത്. ആ കറന്റ് റെസ്പോൺസ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററും കണ്ടുപിടിച്ചിട്ട് I of t കണ്ടുപിടിച്ചു. ഓക്കെ, സോ ദിസ് ഇസ് ദ കറന്റ് റെസ്പോൺസ്. കറന്റ് റെസ്പോൺസ് ആണ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ബാക്കി ഈ പറഞ്ഞ 5 ഡെറിവേഷൻ ഞാൻ പറഞ്ഞില്ലേ, RL RLC ഒക്കെ വരുമെന്ന്, അത് ഡിക്റ്റോ പോലെ ചെയ്യുന്നത്. ഈ സെയിം പ്രൊസീജിയർ സെയിം രീതിയാണ്. ഒന്ന് ചെയ്യാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഗോയിങ് ടു ബി ആസ്ക് ഫോർ യുവർ എക്സാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നമ്പർ 4. ഓക്കെ, സോൾവ് dy by dt plus 2i equal to e raised to minus 3t given y of 0 equal to 1. അപ്പൊ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? അപ്പൊ ഇത് അവര് നമ്മുടെ മോഡ്യൂൾ 3-ലായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കണം? ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന നിങ്ങളുടെ സാധാരണ പാർഷ്യൽ ഡിഫറൻസിയേഷൻ രീതിയിലോ വേരിയബിൾ സെപ്പറബിൾ ഫോം ഒന്നും അല്ല. കാരണം ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ചാപ്റ്റർ അല്ല. ഇത് അവർ എന്ത് വെച്ചാൽ സോൾവ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്? ഈവൻ ദോ മെൻഷൻ അല്ലെങ്കിൽ പോലും ദേ ആർ ആസ്കിങ് യു ടു സോൾവ് യൂസിങ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം. മനസ്സിലായോ? ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ടാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സോൾവ് ചെയ്യാം യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത്, ഈ തന്നേക്കുന്ന എക്സ്പ്രഷൻ ഇസ് ഇൻ ടൈം ഡൊമെയിൻ അല്ലേ, അതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത് ഫ്രീക്വൻസി ഡൊമെയിനിലാക്കാം. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? dy by dt. മനസ്സിലായി? dy by dt ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ ആണ്. അതിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ എന്താണ്? ഇൻ ടൈം ഡൊമെയിൻ പ്രോപ്പർട്ടി നമ്മൾ എന്താ പറയുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോമില് dy of t by dt is equivalent to ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് s into y of s minus y of 0 minus where this is your initial condition ആയിട്ട് മാറും. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇത് ഇവിടെ ചെയ്യേണ്ടത്. കണ്ടോ? dy by dt ഇവിടെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇവിടെ dy by dt will be equal to എങ്ങനെ എഴുതാം? s into y of s minus y of 0 minus. ഈ y of 0 മൈനസിന്റെ വാല്യൂ അവർ ഇതുപോലെ തന്നിട്ടില്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ y of 0 എന്ന് വെച്ചാൽ മീൻസ് ദാറ്റ് y of 0 മൈനസ് എന്ന് എടുക്കാം, y of 0 പ്ലസ് എന്ന് എടുക്കാം. രണ്ടും ഉണ്ടെന്ന് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇനി പ്ലസ് അടുത്ത എന്താ? 2 into y, അതായത് 2 into y of t നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എങ്ങനെ എഴുതാം? y of s എന്ന് ഡയറക്റ്റ്ലി എഴുതാം. വിൽ ബി ഈക്വൽ ടു e raised to minus 3t എങ്ങനെ എഴുതാം? e raised to minus 8 is equivalent to 1 by s plus a, അതായത് s plus 3 ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. കറക്റ്റ് അല്ലേ? അപ്പൊ ഇനി എന്താണ്? y of 0 minus is equivalent to 1, അതായത് s നമുക്ക് ഈ രണ്ട് ടേം y of s ന് കോമൺ ആക്കി എടുക്കാവേ. അപ്പൊ y of s കോമൺ ആക്കി എടുത്താൽ ഇവിടെ എന്ത് കിട്ടി? s plus 2
മൈനസ് 1 വിൽ ഈക്വൽ ടു 1/s+3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി ഈ y(s) വിൽ ബി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ആക്ച്വലി ഇതിനെ ഈ 1/s+3 ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? 1/s+3 അവിടെ ഉണ്ടായിരുന്നു. ഈ -1 ഇപ്പുറത്ത് പോയി +1 എന്ന് എഴുതാം. ഇനി s+2 എന്ന് പറഞ്ഞ ടേം വരികയല്ലേ, അതിനെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് വെച്ചാൽ ഇവിടെ s+3 ഇൻറ്റു ഇവിടെ s+2 ഇൻറ്റു ഇവിടെ മേൽ എന്ത് വരും? ഇവിടെ ആ 1/s+2 എന്ന് വന്നു അല്ലെ? ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഈ y(s) വി ഹാവ് ടു സോൾവ് എന്ന് വെച്ചാൽ വി ആർ സപ്പോസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്താണ്? y(t) കണ്ടുപിടിക്കേണ്ട കേട്ടോ. യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് y(t). അപ്പൊ ഇത് y(s) ആണെങ്കിൽ y(t) കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം വേണം. അപ്പൊ അതിലിപ്പോ പ്രശ്നം എന്താണ്? ഇതിനെ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം, b⁻²t വരും. പക്ഷെ ഇത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് സോൾവ് ചെയ്യണം അല്ലെ? കാരണം താഴെ പ്രോഡക്റ്റ് ഓഫ് 2 ടേംസ് കിടക്കുന്നത്. അതായത് ഇതിനെ നമുക്ക് a/s+2 പ്ലസ് b/s+3 പ്ലസ് ഇവിടെ 1/s+2 എന്ന് എനിക്ക് എഴുതാൻ പറ്റണം അല്ലെ? അപ്പൊ അതിന് ഈ എയുടെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ ഷോർട്ട് കട്ട് ട്രിപ്പ് എങ്ങനെയായിരുന്നു? എന്റെ ടേംസിനെ മാത്രം ഇക്വേറ്റ് ചെയ്യുക അല്ലെ? ഈ 2 ടേംസിനെ മാത്രം നമ്മൾ അല്ലെങ്കിൽ നോക്കി ഈ 2 ടേംസിനെ മാത്രം ഇക്വേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ, അതിനെ മാത്രം ഇക്വേറ്റ് ചെയ്തിട്ട് s+2നെ ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഈ s+2 ക്യാൻസൽ ആകുമ്പോൾ യു വിൽ ഗെറ്റ് ഡയറക്ട്ലി ആസ് 1/s+3. ഗിവൺ എന്ത് ചെയ്യണം? ഈ s+2 ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ s ഈക്വൽ ടു -2. ദാറ്റ് ഇസ് 1/3 - 2 ഇസ് 1. 1/1 ഇസ് 1 എന്ന് കിട്ടും. സെയിം വേ ബിയുടെ വാല്യൂ എന്ത് ചെയ്യും? ബിയുടെ വാല്യൂ ഈ ടേമും ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ s+3യും s+3യും ക്യാൻസൽ ആവും. എന്നിട്ട് എന്ത് ചെയ്യുക? s+3നെ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ s ഈക്വൽ ടു -3 അല്ലേ? ഇവിടെ 1/s+2 എന്ന് ബാക്കി വരും. ഈ 1/s+2 നമ്മൾ എന്ത് ചെയ്യുക? s ഈക്വൽ ടു -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/-1 ഇസ് -1 കിട്ടും. അപ്പൊ എയുടെ വാല്യൂ ഇസ് 1, ബിയുടെ വാല്യൂ ഇസ് -1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ എയുടെ വാല്യൂ ഇസ് 1, ബിയുടെ വാല്യൂ ഇസ് -1 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? 1 ആൻഡ് -1 കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇൻവേഴ്സ് എടുത്താൽ പോരെ? അപ്പൊ ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇവിടെ ദിസ് വിൽ ബി ഈക്വൽ ടു എങ്ങനെ കിട്ടും നോക്കിയേ. ഇവിടെ 1/s+2ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s+ is equivalent to e⁻²t. ഓക്കെ, e⁻²t. ആൻഡ് വൺ മോർ തിങ്, അത് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യാം. സി, ഈ 2 ടേംസും കൂടെ ക്ലബ് ചെയ്തൂടെ? സി, ദിസ് ഇസ് 1/s+2, ദിസ് ഇസ് 1/s+2. കമ്പൈൻ ചെയ്താൽ യു വിൽ ഗെറ്റ് 2/s+2 മൈനസ് 1/s+3 കിട്ടും. സോ 2/s+2 is equivalent to 2 into ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്താൽ എന്ത് കിട്ടും? 2 into e⁻²t മൈനസ് e⁻−3t എന്ന് കിട്ടും. മനസ്സിലായോ? സോ ദിസ് ഇസ് യുവർ എക്സ്പ്രഷൻ ഫോർ ദി ഗിവൺ ട്രാൻസ്ഫോം. മനസ്സിലായോ? അപ്പൊ ദിസ് ഇസ് യുവർ ഗിവൺ y(t) which is to be found out. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. പക്ഷെ ദിസ് ഇസ് ആക്ച്വലി ഈസിയർ. നിങ്ങൾ അവിടെ വേരിയബിൾ സെപ്പറബിൾ ഫോം എടുത്ത് എന്നിട്ട് പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്നതിനേക്കാളും ദിസ് ഇസ് ആക്ച്വലി ഈസിയർ ഇഫ് യു നോ ദ ഇക്വേഷൻസ് ഓഫ് ലാപ്ലേസ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. അപ്പൊ ഇനി അടുത്ത പ്രോബ്ലം നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 4 നിന്നാണ്. അപ്പൊ മോഡ്യൂൾ 4 നമുക്ക് 3 നിന്ന് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു, എല്ലാ പാറ്റേണും നമ്മുടെ കോൺസെപ്റ്റ്സ് നമ്മൾ കവർ ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മോഡ്യൂൾ 4 നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? കയറാം. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 4 വരുമ്പോഴേക്കും ഇവിടെ വരുന്ന കോൺസെപ്റ്റ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ നമുക്ക് ഈ മോഡ്യൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 പോർട്ട് നെറ്റ്വർക്ക്സിനെ പറ്റിയാ. എന്ന് വെച്ചാൽ എന്താണ്? സി, നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്. നമ്മൾ സാധാരണ എന്താ പറയുക? നെറ്റ്വർക്കിൽ ഇവിടെ ഞാനൊരു വോൾട്ടേജ് കൊടുത്തു, അത് കാരണം ഇവിടെ കറണ്ട് ഉണ്ടായി അല്ലെ? ആൻഡ് സപ്പോസ് ഇവിടെ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു, ഈ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള കറണ്ട് I1 എടുത്തു. ഇവിടെ ഒരു വോൾട്ടേജ് കൊടുത്തു, ഇവിടെ ഒരു കറണ്ട് എടുത്തു. മനസ്സിലായോ? പക്ഷേ ഇതാണ് സാധാരണ നമ്മൾ സിംഗിൾ പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി 2 പോർട്ട് നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന് അറിയാവോ? 2 പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇതൊരു 2 പോർട്ട് നെറ്റ്വർക്ക് ആണെന്ന് വിചാരിച്ചോ. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെയും ഒരു വോൾട്ടേജ് കൊടുത്തു, ഇവിടെയും ഒരു വോൾട്ടേജ് കൊടുത്തു. ഇതിന് അക്രോസ് ആയിട്ടും വോൾട്ടേജ് ഉണ്ട്, ഇതിന് അക്രോസ് ആയിട്ടും വോൾട്ടേജ് ഉണ്ട്. 2 ടെർമിനൽസ് ആണ്. ആൻഡ് ഇവിടെയും കറണ്ട് I1 ഉണ്ട്, ഇവിടെ ഈ V2 കാരണമുള്ള കറണ്ട് I2 ഉണ്ട്. അപ്പൊ 2 വോൾട്ടേജ് 2 കറണ്ട് ഉള്ളതിനാണ് ഞാൻ 2 പോർട്ട് എന്ന് പറയുന്നത്, 2 പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദിസ് ഇസ് എ 2 പോർട്ട് നെറ്റ്വർക്ക്. അപ്പൊ ഇങ്ങനെ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? എന്തിനാണ് നമ്മൾ ഈ പോൾസും സീറോസ് ഒക്കെ പറയുന്നത്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അല്ല, ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് പോൾ സീറോ പ്ലോട്ട് നമ്മൾ പഠിച്ചു.
പോൾ സീറോ പ്ലോട്ടും നമ്മുടെ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റമായിട്ട് എന്താ കണക്ഷൻ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ നമ്മുടെ വെരി ഇമ്പോർട്ടൻറ്റ് കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ഇംപെഡൻസ്, അഡ്മിറ്റൻസ്, ഹൈബ്രിഡ്, ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഈ മോഡ്യൂളിൽ ചോദിക്കാൻ പറ്റുന്ന ആകെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് ഞാൻ ഇവിടെ പഠിപ്പിക്കും, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആ കോൺസെപ്റ്റ്സ് പഠിക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് വെരി ഈസിയസ്റ്റ് മോഡ്യൂളാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് തിയറിയിലുള്ളത്, 4 മോഡ്യൂളും കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും തെറ്റിക്കരുത്. നിങ്ങൾക്ക് അതുപോലെ അതിന്റെ ഫുൾ മാർക്കും കിട്ടണം. ഓക്കെ, എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് കിട്ടരുതെന്നല്ല, എല്ലാം നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് ബിറ്റ് മോർ എന്താണ് ഈസിയർ ടു യു ആയിരിക്കും കമ്പയർഡ് ടു അതർ മോഡ്യൂൾസ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന 4 പാരാമീറ്ററിന്റെയും റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രിസിറ്റി കണ്ടീഷൻസ് എന്താണ്, ഇവർ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്സ് ഉണ്ട്. ഞാനൊരു ടേബിൾ ആക്കി കാണിച്ചത് പഠിപ്പിച്ചില്ലേ, ആ ടേബിൾ അതുപോലെ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സ്പീഡിൽ ബ്രെയിനിൽ ഓർമ്മ വരും. ഓക്കെ, പിന്നെ സീരിയൽ ആൻഡ് പാരലൽ കണക്ഷൻസ്, ഇത്രയാണ് മോഡ്യൂളിൽ വന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ മോഡ്യൂളാണ്, എളുപ്പമാണ് പഠിക്കാൻ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈൻഡ് ദി ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ y ഓഫ് s. മനസ്സിലായോ? ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മുടെ ഇംപെഡൻസ് ഫംഗ്ഷൻ. ഓക്കെ, ഇംപെഡൻസ് ഫംഗ്ഷന്റെ 1 ഇംപെഡൻസ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ഈ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. ഇതാദ്യം മനസ്സിലാക്കുക. അപ്പൊ അഡ്മിറ്റൻസ് ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നതിനേക്കാളും ഇംപെഡൻസ് കണ്ടുപിടിച്ചിട്ട് 1 ഇംപെഡൻസ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഡ്മിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് കണ്ടോ, നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ഈ അഡ്മിറ്റൻസ് y ഓഫ് s. അതാ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഇവിടെ ഒരു ഇൻഡക്ടർ 3s ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ 1/5s ഉണ്ട്. ഇത് രണ്ടും സീരിയലാണ് അല്ലെ, ഇത് രണ്ടും സീരിയലാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3s എന്ന് പറയുന്ന ഇൻഡക്ടറിന്റെ ഇംപെഡൻസിനെ ഞാൻ ഇവിടെ Z1 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അതുപോലെ ഈ കപ്പാസിറ്റർ 1/5sന്റെ ഇംപെഡൻസിനെ Z2 എന്ന് മാർക്ക് ചെയ്താൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഏരിയയില് ഇത് രണ്ടും സീരിയൽ ആയിട്ടാണ് കണക്ട് ചെയ്തെങ്കിൽ ഈ കോമ്പണൻസിന്റെ കമ്പൈൻഡ് ഇംപെഡൻസിനെ എനിക്ക് Z1 + Z2 എന്ന് പറയാം. ദാറ്റ് ഇസ് എന്താണ്, 3s + 1/5s എനിക്ക് ഇത്രയും ഉള്ള ഏരിയയിലുള്ള ഇംപെഡൻസ് പറയാം. അതുപോലെ ഈ സെക്ഷൻ പാരലൽ ആണല്ലേ, ഇതൊരു ഇൻഡക്ടർ ആണ് അല്ലെ, ദിസ് ഇസ് എൻ ഇൻഡക്ടർ. ഇതിനെ ഞാൻ Z3 എന്ന് പറഞ്ഞു, അതിന്റെ ഇംപെഡൻസിനെ. ഓക്കെ, ഇൻഡക്റ്റീവ് ഇംപെഡൻസിനെ. അതുപോലെ ഇതൊരു കപ്പാസിറ്റർ 1/2s ആണ്, അതിന്റെ ഇംപെഡൻസിനെ Z4 ഞാൻ പറയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എൻറ്റയർ ആ ഒരു കോമ്പണന്റിന്റെ ടോട്ടൽ ഇംപെഡൻസിന് എനിക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് വിൽ ബി ഈക്വൽ ടു Z3 പാരലൽ Z4 ആയിരിക്കും. ദാറ്റ് ഇസ് S പാരലൽ വിത്ത് 1/2s. ദാറ്റ് ഇസ് S into 1/2s by S plus 1/2s എന്ന് വരും. ദാറ്റ് ഇസ് എന്താണ്, ഇവിടെ SS ക്യാൻസൽ ചെയ്താൽ 1/2 ഡിവൈഡ് ബൈ 2s സ്ക്വയർ പ്ലസ് 1/2s. ഈ 2 ക്യാൻസൽ ആയി പോയാൽ S by 2s സ്ക്വയർ പ്ലസ് 1 എന്ന് തോന്നി. ഇത് എന്തായിരുന്നു ആക്ച്വലി, ഇത്രയും ഏരിയയിലുള്ള കമ്പൈൻഡ് ഇംപെഡൻസ് ആണ് ഇത്. ഇത്രയും ഏരിയയിലുള്ള കമ്പൈൻഡ് ഇംപെഡൻസ് ആണ് ഇത്. അങ്ങനെയെങ്കിൽ ഇത്രയും ഏരിയയിലുള്ള കമ്പൈൻഡ് ഇംപെഡൻസ് മനസ്സിലായ, കമ്പൈൻഡ് ഇംപെഡൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, Z1 + Z2 + Z3 പാരലൽ Z4 അല്ലേ. അപ്പൊ നമുക്കറിയാം ദിസ് ഇസ് 3s + 1/5s. ഇവിടെ എന്താണ്, S by 2s സ്ക്വയർ പ്ലസ് 1. ഇതൊന്ന് സോൾവ് ചെയ്താൽ പോരെ, മനസ്സിലായ? ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന പോലെ എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന ഓരോരോ ടേംസ് ഇല്ലേ, ഈ ഓരോരോ ടേംസിനും ഞാൻ LCM എടുത്ത് കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ പോവുക. അതായത് ഈ 3s എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഇതുമായിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എന്ത് ഡിനോമിനേറ്ററാണ് വരേണ്ടത്, ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് വരേണ്ട ഡിനോമിനേറ്റർ ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ 3sനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ 5s into 2s സ്ക്വയർ പ്ലസ് 1 എന്ന് വരണം അല്ലെ. ഈ സാധനം ഈ 3sന് ഡിനോമിനേറ്ററിൽ വരണമെങ്കിൽ ഇത് താഴെയും മേലെയും മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, നമ്മൾ സാധാരണ LCM എടുക്കുന്ന രീതി അല്ലേ. അപ്പൊ അതുപോലെ അങ്ങ് ചെയ്യാം. അപ്പൊ അങ്ങനെ എടുത്തിട്ട് ഈ എൻറ്റയർ ഇക്വേഷനെ ഞാൻ റീപ്ലേസ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ 3s എന്ന് പറയുന്ന ടേം ഇല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യും, ആ 3sന്റെ കൂടെ നമ്മൾ 5s into 2s സ്ക്വയർ പ്ലസ് 1നെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും വേണം. ദിസ് വിൽ ബി ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, 15s സ്ക്വയർ into 2s സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ സെയിം ഡിനോമിനേറ്റർ. അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ 15 into 2 30 s raised to 4 പ്ലസ് 15s സ്ക്വയർ ഡിവൈഡ് ബൈ
5s into 2s square plus 1 എന്നായി അല്ലേ? ഇപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1 എഴുതിക്കോ. അതുപോലെ നമ്മുടെ സെക്കൻഡ് ടേം ഇവിടെ എന്തായിരുന്നു? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇതായിരുന്നു 1/5s ആയിരുന്നു അല്ലേ? അപ്പൊ അതില് താഴെ നമ്മൾ എഴുതുമ്പോൾ 5s പറയുന്ന ടേം ഉണ്ട്. 1/5s ആണെങ്കിൽ കോമൺ ഡിനോമിനേറ്റർ എന്ത് വരണം? 5s into 2s square plus 1 അല്ലേ? അതിൽ 5s ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 1/5sന്റെ കൂടെ മേലെയും താഴെയും 2s square plus 1 മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും മതിയല്ലോ. ദാറ്റ് ഇസ് 2s square plus 1 ഡിവൈഡ് ബൈ 5s into 2s square plus 1 ചെയ്താൽ മതി. കണ്ടോ, ഇപ്പം രണ്ടെണ്ണത്തിനും സെയിം ഡിനോമിനേറ്റർ ആയില്ലേ? ഇനി ലാസ്റ്റ് ടേം എന്താണ് ഇവിടെ വന്നേ? ലാസ്റ്റ് ടേം s by 2s square plus 1. s by 2s square plus 1 ടേമിനെ സംബന്ധിച്ച് നോക്കിയാൽ ഡിനോമിനേറ്റർ 5s into 2s square plus വരാൻ വേണ്ടിയിട്ട് 2s square plus 1 ഓൾറെഡി ഉണ്ട്. 5sനെ മാത്രം മേലെയും താഴെയും ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 5s square by 5s into 2s square plus 1 ആയിട്ട് മാറി ഇക്വേഷൻ നമ്പർ 3. മനസ്സിലായി? ഇപ്പൊ ഇവിടെ എന്താ ചെയ്തത്? ആക്ച്വലി ഞാൻ ഇവിടെ ഈ എക്സ്പ്രഷൻ എഴുതിയില്ലേ ഞാൻ? ഓക്കെ, ഈ എക്സ്പ്രഷനിൽ ഈ 3 ടേംസിന്റെ ഡിനോമിനേറ്റേഴ്സ് ഞാൻ സെയിം ആക്കി യൂസിങ് എൽസിയം. അപ്പൊ ഈ എക്സ്പ്രഷൻ ഒന്നും കൂടെ ഇവിടെ എഴുതുകയാണേ. ആ എക്സ്പ്രഷനിൽ ഈ 3 ടേംസ് ഇട്ടിട്ട് ഞാൻ ഇവിടെ എഴുതുകയാണ്. സോ ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഇവിടെ നമുക്ക് എന്തായിരുന്നു എക്സ്പ്രഷൻ? കണ്ടോ, ഇപ്പൊ ഞാനിപ്പോ കമ്പൈൻഡ് ഇംപെഡൻസ് ഇസഡ് ഓഫ് എസ് ആണ് എഴുതുന്നത് കേട്ടോ. അപ്പൊ കമ്പൈൻഡ് ഇംപെഡൻസ് ഇസഡ് ഓഫ് എസ് ഈക്വൽ ടു നമുക്ക് ഇപ്പൊ എന്താ കിട്ടുന്നത്? വിൽ ഗെറ്റ് ഇറ്റ് ആസ് 30s raised to 4 plus 15s square plus 2s square plus 1 plus 5s square the whole thing divided by common denominator 5s into 2s square plus 1 എന്ന് കിട്ടും. That is equal to എന്ത് കിട്ടി? 30s raised to 4 plus ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 22s square plus 1 by 5s into 2s square plus 1 എന്ന് കിട്ടും. But this is your combined impedance. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? You are supposed to find the admittance YF is equal to എന്താണ്? 1/0 of s. That is 5s into 2s square plus 1 divided by 30s raised to 4 plus 22s square plus 1 ആണ് the combined admittance. Okay, this is the combined admittance transfer function. മനസ്സിലായ ക്വസ്റ്റ്യൻ? ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അഡ്മിറ്റൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കിയാലോ. പ്രോബ്ലം നമ്പർ 6. ഡ്രോ ദി പോൾ സീറോ ഡയഗ്രാം ഓഫ് I2 by I1 ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ദ ഫിഗർ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പാർട്ട് ബിയിലും മോഡ്യൂൾ 4യും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ പോൾ സീറോ പ്ലോട്ട് അവർ വരയ്ക്കാൻ ചോദിച്ചേക്കുന്നത്. മനസ്സിലായി? അപ്പൊ പോൾ സീറോ പ്ലോട്ട് ഇസ് നത്തിങ് ബട്ട് എ പ്ലോട്ട് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പോൾസ് ആൻഡ് സീറോസ് ആണ്. ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ന്യൂമറേറ്ററിനെ നമ്മൾ ഇക്വേറ്റ് ടു 0 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സീറോസ് കിട്ടും. ആ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ ഞാൻ ഇക്വേറ്റ് ടു 0 ചെയ്ത് എനിക്ക് ആരെ കിട്ടും? എനിക്ക് പോൾസും കിട്ടും. മനസ്സിലായോ? അപ്പൊ പോൾസിനെ ഞാനത് ഇങ്ങനെയും മാർക്ക് ചെയ്യും, സീറോസിനെ ഞാൻ ഇങ്ങനെയും മാർക്ക് ചെയ്യും. മനസ്സിലായി? അപ്പൊ ഈ പോൾസും സീറോസും വരയ്ക്കുന്ന ഈ പ്ലോട്ടിനെയാണ് ഞാനൊരു പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യം എന്താണ്? ഈ പോൾ സീറോ പ്ലോട്ടിന്റെ ഇത് റൈറ്റ് ഹാൻഡ് സൈഡും ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ആണെങ്കിൽ, മനസ്സിലായോ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ പറയുന്ന പോൾസും സീറോസും ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? എല്ലാം ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? സിസ്റ്റം ഇസ് സ്റ്റേബിൾ. ഇനി റൈറ്റ് സൈഡിൽ വന്നാൽ നമ്മൾ അപ്പോൾ പറയാം അൺസ്റ്റേബിൾ ആണെന്ന്. ഇനി ഇത് ഈ ആക്സസ് നമ്മൾ റിയൽ ആക്സസും ഇതിനെ നമ്മൾ ഇമാജിനറി ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനി ഇമാജിനറി ആക്സസിൽ പോൾസ് വന്നാൽ, പിന്നെ ഡബിൾ കോൺജുഗേറ്റ് പോൾസ് വന്നാൽ അതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? മാർജിനലി സ്റ്റേബിൾ എന്നൊക്കെ പറയാറുണ്ട്. ഇത് കുറെ ടൈപ്പ് ആയിരുന്നു നമ്മൾ തിയറിയിലേക്ക് പഠിച്ചിരുന്നത് അല്ലേ. ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ പോൾ സീറോ പ്ലോട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി? വരച്ചാൽ മതി. മനസ്സിലായോ? പോൾ സീറോ പ്ലോട്ട് നിങ്ങൾ വരച്ചാൽ മതി. അപ്പൊ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിലേ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിലുണ്ട് ഇവിടെ ഒരു കറന്റ് സോഴ്സ് I1 ഉണ്ട്, പാരലൽ വിത്ത് 250 നമുക്ക് എന്താണ് മൈക്രോ ഫാരഡ് ഉണ്ട്. അതേപോലെ അവിടെ നിന്ന് ഈ കറണ്ട് വന്നു, ഈ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ I2 ആയിട്ട് പോയി, ഇതുവഴി ഒരു കറണ്ട് വരുന്നുണ്ട്. ഈ I2 ഒരു ഇൻഡക്ടർ 10 ഹെൻറിയിലോട്ട് പോയി ഒരു 200 ഓം റെസിസ്റ്റർ വഴി പാസ് ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. സർക്യൂട്ടാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 250 ഓമിന് എക്രോസ് ആയിട്ടുള്ള ഇംപെഡൻസിനെ ഞാൻ ZC എന്ന് പറഞ്ഞു. കാരണം കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ടുള്ള ഇംപെഡൻസ് അല്ലെ. ആൻഡ് ഈ ഇൻഡക്ടറും ഈ റെസിസ്റ്ററിന്റെയും എക്രോസ് ആയിട്ടുള്ള കമ്പൈൻഡ് ഇംപെഡൻസിനെ ഞാൻ Z2 എന്നും പറയുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇവിടെ നിന്ന് കറണ്ട് I1 വന്നു, അത് I2ഉം പോയി ഈ കപ്പാസിറ്റർ വഴിയായിട്ട് പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ?
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന നോക്കിയാൽ നമ്മുടെ ഈ കപ്പാസിറ്റർ സി ഇല്ലേ, ഈ കപ്പാസിറ്റർ സി എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്ത് സാധനമാണ് I2/I1 എന്ന് പറഞ്ഞ ടേമാ വേണ്ടേ. സോ I2 എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിലുള്ള കറണ്ട്, I1 ഈ ബ്രാഞ്ചിലുള്ള കറണ്ട്. സോ ഈ I2/I1 എന്ന് പറയുന്ന റിലേഷൻ വേണമെങ്കിൽ എനിക്ക് അവിടെ എന്ത് വരും, ഒരു കറണ്ട് ഡിവിഷൻ റൂൾ വരും അല്ലേ. അപ്പൊ അങ്ങനെയല്ലേ I2 = ടോട്ടൽ കറണ്ട് I1 ഇൻറ്റു സം വാല്യൂ ഓഫ് R/R+R എന്നൊരു ടേമിലോട്ട് വരത്തുള്ളൂ അല്ലേ. അപ്പൊ അതാ ഇവിടെ ചെയ്യുന്നേ. അപ്പൊ അതിനെ ഈ കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള ഇംപെഡൻസ്, കപ്പാസിറ്റർ ഇംപെഡൻസിന് എഴുതാൻ പോവാണേ. അപ്പൊ കപ്പാസിറ്ററിന്റെ വാല്യൂ എത്രയാണ്, 250 പൈക്കോഫാരഡ് അല്ലേ. സോ 250 ഇൻറ്റു 10⁻⁻6 ഫാരഡ് ആണ്. ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് ഇംപെഡൻസസ് ZC. അതിന്റെ ഫോർമുല എന്താണ്, 1/SC. ദാറ്റ് ഈസ് 1/S ഇൻറ്റു 250 ഇൻറ്റു 10⁻⁻6 എനിക്ക് എങ്ങനെ എഴുതാം, 4000/S എന്ന് എനിക്ക് എഴുതാം. ദിസ് ഇസ് ഇൻ ദ കേസ് ഓഫ് എ കപ്പാസിറ്റർ. ഇനി ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഡക്ടർ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഇൻഡക്ടറിന്റെ കേസ് നമ്മൾ 10 ഹെൻറി എന്നാ പറയുന്നത് അല്ലേ. ഇവിടുത്തെ കേസിൽ ഇൻഡക്ടർ എത്രയാണ് തന്നിരിക്കുന്നത്, 10 ഹെൻറി ആണ്. അപ്പൊ ഇൻഡക്ടറിന്റെയും ഇംപെഡൻസ് എഴുതാം. അതെങ്ങനെ എഴുതും, നമ്മള് ZL എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വൽ ടു എന്താണ് ഫോർമുല, S ഇൻറ്റു L. ദാറ്റ് ഈസ് 10S എന്ന് വരും. മനസ്സിലായി, 10S എന്ന് എഴുതും. ആൻഡ് ഇവിടുത്തെ കേസിൽ നമുക്ക് റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്, 200 ഓം തന്നിട്ടുണ്ട്. മനസ്സിലായോ, 200 ഓം തന്നിട്ടുണ്ട്. ഇവിടുത്തെ കേസിൽ ഈ ബ്രാഞ്ച് നോക്കി, റൈറ്റ് സൈഡ് ബ്രാഞ്ചിൽ നോക്കിയാൽ ഈ ഇൻഡക്ടറും ഈ റെസിസ്റ്ററും കൂടെ നമ്മൾ സീരീസ് ആയിട്ടല്ലേ കണക്ട് ആയിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇംപെഡൻസ് Z1 ആൻഡ് ഇതിന്റെ ഇംപെഡൻസ് Z11 ആണെങ്കിൽ രണ്ടും കൂടെ സീരിയൽ ആകുമ്പോൾ എന്ത് പറ്റും, കമ്പൈൻഡ് ഇംപെഡൻസ് 10 പ്ലസ് ഇവിടുത്തെ എന്താണ് 10 SL ഇംപെഡൻസ് അല്ലെ. ദിസ് ഇസ് ഈ ഇംപെഡൻസ് എത്രയാണ്, ദിസ് ഇസ് ZL ആണ് ആൻഡ് ദിസ് ഇസ് ZR ആണെങ്കിൽ ZL പ്ലസ് ZR ആവത്തില്ലേ. ZL പ്ലസ് ZR ആവും. അതെന്താണ്, 10S പ്ലസ് 200 ഓം ആയിരിക്കും കമ്പൈൻഡ് ഇംപെഡൻസ് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്താ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നോക്കി, ഞാൻ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാ. കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാ. അത് എവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന നോക്കിയേ. നമ്മുടെ സർക്യൂട്ടില് നോക്കുകയാണെങ്കിൽ ഈ കറണ്ട് I2 ആണ്. ഈ പറയുന്ന ഈ Z2 എന്ന് പറയുന്ന ഈ കമ്പൈൻഡ് ഇംപെഡൻസ് ഒരു തിങ് ആണെങ്കിൽ, ഒരു ബ്ലോക്ക് ആണെങ്കിൽ അതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് I2 എനിക്ക് കണ്ടുപിടിക്കണം. വിൽ ബി ഈക്വൽ ടു എന്ത് ചെയ്യും, ഈ കറണ്ട് വരുന്നത് ഈ ബ്രാഞ്ചിൽ നിന്നാണ് അല്ലേ. ഈ ബ്രാഞ്ചിലെ ടോട്ടൽ കറണ്ട് I1 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റു നമ്മൾ ഇതുവഴിയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പോണന്റ് എന്താണ്, ZC ആണ്. അപ്പൊ ZCയുടെ വാല്യൂ എത്ര നമുക്ക് ഇപ്പൊ കിട്ടിയത്, ഇവിടുത്തെ ഇംപെഡൻസ് 4000/S. സോ ദാറ്റ് 4000/S ഡിവൈഡ് ബൈ 4000/S പ്ലസ് ഈ കമ്പൈൻഡ് ഇതിന്റെ ഇംപെഡൻസ് നമ്മളിപ്പോ എന്താ പറഞ്ഞേ, 10S പ്ലസ് 200 എന്ന് കിഴിക്കൂടെ. അപ്പൊ ദിസ് ഇസ് I2 വിൽ ബി ഈക്വൽ ടു I1 ഇൻറ്റു എന്ന് പറയുന്നതാണ് കറണ്ട് ഡിവിഷൻ റൂൾ. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ ഈ S കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു നോക്കിയേ 4000/S ഡിവൈഡ് ബൈ 4000 പ്ലസ് 10S സ്ക്വയർ പ്ലസ് 200S/S. ഈ എസും ക്യാൻസൽ ആവും. ഇനി ത്രൂ ഔട്ട് ഒരു 10 കൊണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ എന്താവും നോക്കിയേ, 400 ഡിവൈഡ് ബൈ 400 പ്ലസ് S സ്ക്വയർ പ്ലസ് 20S എന്ന് കിട്ടും. മനസ്സിലായോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് ഈ താഴത്തെ ഈ ടേം ഇല്ലേ, ഈ താഴത്തെ ടേമാണ് ഞാൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ. അപ്പൊ ദിസ് ഇസ് ആക്ച്വലി യുവർ കമ്പൈൻഡ് എന്താണ്, സോറി, ഇവിടെ നമുക്ക് ഇപ്പൊ എന്താ കണ്ടത്, ദിസ് ഇസ് യുവർ I2 അല്ലേ. ദിസ് ഇസ് I2 ഈക്വൽ ടു I2 എന്ന് പറയുന്ന കറണ്ടിന്റെ എക്സ്പ്രഷനാണ് കിട്ടിയത് അല്ലെ. I2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, I1 ഇൻറ്റു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയത് അല്ലെ. അപ്പൊ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം, ഈ I2/I1 എന്ന് എഴുതിക്കൂടെ. വിൽ ബി ഈക്വൽ ടു സെയിം ഈ 400 ഡിവൈഡ് ബൈ 400 പ്ലസ് S സ്ക്വയർ പ്ലസ് 20S എന്ന് എനിക്ക് എഴുതാലോ അല്ലെ. ഐ കൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കേ, ഈ കാണുന്ന എക്സ്പ്രഷനിലെ ഈ ഡിനോമിനേറ്ററെ ഞാൻ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യാം, നിങ്ങൾ ഡയറക്ട്ലി കാൽക്കുലേറ്റർ എടുക്കുക, ഈ എക്സ്പ്രഷൻ കൊടുത്തിട്ട് ഇതിന്റെ എസിന്റെ വാല്യൂസ് ഡയറക്ട്ലി കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് നമ്മുടെ ഫോർമുല ഇല്ലേ, ഡിനോമിനേറ്ററിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, -b പ്ലസ് ഓ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ -bയുടെ വാല്യൂ എത്രയാണ്, ദിസ് ഇസ് a b c ആണെന്ന് വിചാരിച്ചു, അങ്ങനെ വരുന്നത്. b is -1 പ്ലസ് ഓ മൈനസ്, ഓക്കെ, ABC എന്ത് ഓർഡറിലാണ് വരുന്നത്, ദിസ് ഇസ് A, ദിസ് ഇസ് B ആൻഡ് ദിസ് ഇസ് C അല്ലെ. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ -b എന്ന് പറയുന്ന സമയത്ത്
-20 പ്ലസ് ഓ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ എത്രയാണ് 20 സ്ക്വയർ -4 ഇൻറ്റു 1 ഇൻറ്റു 14 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് -10 പ്ലസ് ഓ മൈനസ് ജെ 17.32 എന്ന് കിട്ടും. ദീസ് ആർ യുവർ വാല്യൂസ് ഓഫ് എസ് എന്ന് പറയുന്ന ആ താഴത്തെ വേരിയബിൾ. അതായത് S1-ന്റെയും S2-ടെയും വാല്യൂസ് ആണ് ഇത്. മനസ്സിലായോ? ആൻഡ് ദീസ് ആർ യുവർ സോ കോൾഡ് പോൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കാരണം I2/I1 എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിനെ ഇക്വേറ്റ് ടു 0 ചെയ്യുമ്പോൾ, മനസ്സിലായോ, ഈ ഡിനോമിനേറ്ററിനെ ഇക്വേറ്റ് ടു 0 ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഫാക്ടറൈസ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുന്ന വാല്യൂസ് ആണ് എസ്. സോ ദീസ് എസ് ഫോം യുവർ പോൾസ് ആവും. അപ്പൊ പോൾ 0 പ്ലോട്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ ഇതെന്താണ്, ഇത് പോൾസ് ആയിട്ട് മാറുക. അപ്പൊ നോക്കിയാൽ -10 എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് കംസ് ഇൻ ദ റിയൽ ആക്സിസ്. ഈ പ്ലസ് ജെ 17.32 ഇമാജിനറി ആക്സിസ് ആണ്. കണ്ടോ, ഇത് ഇമാജിനറി ആക്സിസ്, ഇത് റിയൽ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോ -10 എന്ന് പറയുമ്പോൾ റിയൽ ആക്സിസിൽ ഇവിടെ വരും അല്ലെ, -10. ഇനി പ്ലസ് ജെ 17.32 ഇവിടെ വരും. ഇനി -j 17.32 ഇവിടെ വരും. ഇനി ഇത് രണ്ടും കൂടെ ഡോട്ട് ചെയ്യുന്ന ലൈൻ ഇതാണ് നമ്മുടെ പോൾ. അതുപോലെ ഇത് നമ്മുടെ പോളാണ്. ഈ പോൾസിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ രണ്ട് പോൾസ്. ഇനി 0 എന്താണെന്നറിയാവോ? ഈ എക്സ്പ്രഷനിലെ ഈ ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് 0 ചെയ്ത് നോക്കിയേ. 400ന്റെ കൂടെ എന്തെങ്കിലും വേരിയബിൾ ഉണ്ടോ? ഇല്ല. സോ 4നെ ഇക്വേറ്റ് 0 ചെയ്യുമ്പോൾ എന്താണ്, നത്തിങ് ഇസ്. അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ മാത്രം ഒന്നും ഇല്ലല്ലേ. അപ്പൊ സിൻസ് ദ ന്യൂമറേറ്റർ ഇസ് എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട്, ഒരു ഫൈനൈറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ സീറോസ് എന്താണ്, 0 ആണ്. പക്ഷെ പോൾസ് ഏതൊക്കെയുണ്ട്? -10 പ്ലസ് ഓർ മൈനസ് 2 പോൾസ് ഉണ്ട്, 17.32 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ പോൾ 0 പ്ലോട്ട്. ഇനി ഒരു അനാലിസിസ് കൂടെ പറയാൻ പറ്റും. ഇവിടെ നമ്മുടെ എല്ലാ പോൾസും ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പ്ലെയിനിൽ മാത്രമായതുകൊണ്ട് വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദ സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ ഇൻ നേച്ചർ. മനസ്സിലായോ? സിൻസ് ഓൾ ദ പോൾസ് ആർ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഓൾ പോൾസ് ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് എസ് പ്ലെയിൻ. ഈ പോളാർ പ്ലോട്ട് എത്രയാണ് നമ്മൾ എസ് പ്ലെയിൻ എന്ന് പറയുന്നത് കേട്ടോ. എസ് പ്ലെയിൻ എന്ന് പറയും, ഈ പോൾ 0 പ്ലോട്ട് എന്ന് പറയും. സോ ഇറ്റ് ഇസ് സ്റ്റേബിൾ ആണ്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തത്? തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് അവർ I2/I1 ചോദിച്ചു, നമ്മൾ I2/I1 ചെയ്ത് യൂസിങ് കറന്റ് ഡിവിഷൻ റൂള്. പക്ഷെ അത് അപ്ലൈ ചെയ്ത് എന്ത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്? നമ്മുടെ പോൾ 0യുടെ കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ചെയ്തത്. ഓക്കെ അല്ലേ? ഫൈൻ. അതും നമ്മുടെ അഡ്മിറ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നമ്പർ 7. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം നമ്പർ 7 ചെയ്യാം. ഡിറ്റർമൈൻ ദ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ഓഫ് ദ നെറ്റ്വർക്ക് ഷോൺ ബിലോ. സോ ഇതേപോലെ ഹൈബ്രിഡ് പാരാമീറ്റർ ചോദിക്കാം, അഡ്മിറ്റൻസ് പാരാമീറ്റർ ചോദിക്കാം, ഇംപെഡൻസ് പാരാമീറ്റർ ചോദിക്കാം, ട്രാൻസ്മിഷൻ പാരാമീറ്റർ ചോദിക്കാം. ഈ 4 കണ്ടുപിടിക്കാനുള്ള രീതി എന്താണ്, വോൾട്ടേജ് കറന്റ് റിലേഷൻഷിപ്പ് എന്താണ്, ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് 4 കേസിൽ. ഓക്കെ, അപ്പൊ അതിൽ ഒരു കേസാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇത് മാതിരി നമ്മൾ എന്ത് ചെയ്യാം, ബാക്കി 3 ആ ഫംഗ്ഷൻസിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ ഇതുപോലെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് സെയിം വേ. അപ്പം ഈ ഒരു രീതി സോൾവ് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നേക്കുന്ന ആ ഒരു ഫിഗർ നോക്കി. അപ്പൊ നോർമലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 3 മെഷോ 3 നോഡോ തരുന്ന ഒരു ബ്രാഞ്ച് ആയിരിക്കും ചോദിക്കുന്നത്. കാരണം 2 ആണെങ്കിൽ എളുപ്പമാണ്. മനസ്സിലായോ? ഇതൊരു 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. എന്തുകൊണ്ടാന്ന് നോക്കിയാൽ കണ്ടോ, ഈ ബ്രാഞ്ചിന്റെ അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് ഉണ്ട്, ഈ ബ്രാഞ്ചിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഉണ്ട്. ഈ V1 കാരണമുള്ള കറണ്ട് ഇവിടെ ഉണ്ട്, V2 കാരണമുള്ള കറണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു അൺനോൺ കറണ്ട് I3 നടുക്കുണ്ട്. അപ്പൊ ഇതൊരു 2 പോർട്ട് നെറ്റ്വർക്ക് ആയില്ലേ അല്ലെ? 2 സൈഡിൽ നിന്നും ഇൻപുട്സ് ഉണ്ട്. അപ്പൊ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്ന ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക. എന്താണ് ഈ ഹൈബ്രിഡ് പാരാമീറ്റർ? നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അത് അറിയാത്ത നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എന്താണ് ഈ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്? നോക്കേ, ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് are those parameters like H11. Okay, H11 is given by the expression voltage across a port 1 divided by current across a port 1 given that voltage across a port 2 is 0. അല്ലെങ്കിൽ voltage across a port 2 എന്താണ്, നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. വോൾട്ടേജ് 0 എന്ന് വെച്ചാൽ എന്താണ്, വോൾട്ടേജ് 0 എന്ന് വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. സോ കറണ്ട് എന്താവും, അതുവഴി ഫ്രീ ഫ്ലോ ആയിട്ട് പോകുന്നതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ പാരാമീറ്റർ H21 എന്താണ്, H21 എന്ന് പറയുന്നത് C11 എന്ന് പറയുന്നത് ഫസ്റ്റ് പോർട്ട് സെക്കൻഡ് പോർട്ട്. ഇവിടെ 21 എന്ന് പറയുന്നത് ഈ 2 സ്റ്റാൻഡ്സ് ഫോർ സെക്കൻഡ് പോർട്ട് ടു ഫസ്റ്റ് പോർട്ട്. നോക്കുന്ന സമയത്ത് അവിടുത്തെ ഹൈബ്രിഡ് പാരാമീറ്റർ ആണ് H21. വിൽ ബി ഈക്വൽ ടു അഗൈൻ എന്താ നോക്കിയേ, I2/I1.
current across a port 2 by current across a port 1 by a given condition V2 equal to 0. അതുപോലെ H11 എന്താണ്? V1 by H12 എന്താണ്? V1 by V2 given that current across a port 1 is 0. കറണ്ട് ഈ പറയുന്ന പോർട്ട് 1 അക്രോസ് ആയിട്ടുള്ള കറണ്ട് 0 ആണ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആണ് വരുന്നത്. അതുപോലെ H22 എന്ന് പറയുന്നത് I2 by V2 given I1 equal to 0. Again ഇൻപുട്ട് പോർട്ടിനെ നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടിട്ട് I2 by V2 കണ്ടുപിടിച്ചാൽ H22 കിട്ടും. ഇനി ഈ 4 പാരാമീറ്ററിനെ കൂടെ നമ്മൾ ഒരുമിച്ചൊരു മെട്രിക്സ് ആക്കി ഇടുന്നതാണ് നമ്മൾ H പാരാമീറ്റർ മെട്രിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ H മെട്രിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരും: H11, H12, H21, H22 എന്ന് പറയുന്നതാണ് നമ്മുടെ H പാരാമീറ്റർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഈ മെട്രിക്സിലുള്ള ഈ 4 വാല്യൂസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇപ്പൊ ഈ ഇക്വേഷൻസ് എഴുതിയിരിക്കുന്നില്ലേ, ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഇല്ലേ, ഇത് എവിടെ നിന്നാ കിട്ടിയെന്ന് അറിയാവോ? നമ്മുടെ VI റിലേഷൻഷിപ്പിൽ നിന്നായിരുന്നു. അത് ഏതായിരുന്നു എന്ന് വെച്ചാൽ, എന്റെ ഫസ്റ്റ് പോർട്ടിലുള്ള വോൾട്ടേജ് V1 ആണെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു H11 into I1 plus H12 into I2, and the current across a port 2 will be equal to H21 into I1 plus H22 into V2 എന്നായിരുന്നു റിലേഷൻഷിപ്പ്. മനസ്സിലായോ? ഈ റിലേഷൻഷിപ്പിൽ I1 നമ്മൾ ഈക്വൽ ടു 0 ഇടുമ്പോൾ നമുക്ക് എന്ത് പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? I1 ഈക്വൽ ടു 0 ഇടുമ്പോൾ H12 H22 കിട്ടും. അതുപോലെ ഇവിടെ V2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഈ എക്സ്പ്രഷൻ V2 ഈക്വൽ ടു 0 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ രണ്ട് H11 ഉം H21 കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചേരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഈ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി ഈ ടേംസ് ഇവിടെ എഴുതിയിട്ട് ഇതിൽ നിന്നും ഈ മെട്രിക്സ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ഫ്ലോ വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 1 by 1 സോൾവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സോൾവ് ഫോർ H11. അപ്പൊ H11 നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? V1 by I1 അല്ലെ? V1 by I1 ഫോർ എന്താണ്? V2 ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ സർക്യൂട്ടിലെ ഈ V2 എന്ന് പറഞ്ഞ ടേം ഇല്ലേ, ഇതിനെ നമ്മൾ എന്താക്കുക? ഇതിനെ നമ്മൾ 0 ആക്കി മാറ്റുക. മനസ്സിലായോ? ഇങ്ങനെ V2 നമ്മൾ V2 എന്ന് വെച്ചാൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ 0 എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ആക്കുന്നതിന് ഇക്വലന്റ് ആണ്. മനസ്സിലായോ? ഷോർട്ട് ആക്കുമ്പോഴല്ലേ ഇതിന് അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. മനസ്സിലായോ? അപ്പൊ ഫ്രീ ഫ്ലോ ആവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മൾ പറയും ഇത് നമുക്ക് എന്താക്കി മാറ്റും? ഒരു ഷോർട്ട് സർക്യൂട്ട് ആക്കി മാറ്റി. അപ്പൊ അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ആക്കി മാറ്റുന്ന സമയത്ത് എന്താ പ്രത്യേകതയാവുന്നത്? ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിന്നൊരു കറണ്ട് വരുമ്പോൾ ആ കറണ്ടിന് ഇതുവഴിയും പോവാം, ഇതുവഴിയും പോവാം. പക്ഷെ കറണ്ട് എപ്പോഴും എന്താണ്? അത് ലീസ്റ്റ് റെസിസ്റ്റീവ് പാത്താണ് ചൂസ് ചെയ്യുന്നത്. ഏത് പാത്ത് വഴി പോകുമ്പോഴാണ് എനിക്ക് ലീസ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്, ആ പാത്ത് വഴിയാണ് നമ്മൾ എന്ത് ഫ്ലോ ചെയ്യാൻ പോകുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന കറണ്ട് നോക്കുമ്പോൾ ഇതുവഴി പോവാൻ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ വഴി ഫ്രീ ഫ്ലോ പോയെങ്കിൽ ഏതെങ്കിലും കറണ്ട് ഇതുവഴി പോവോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് വരുന്ന എൻറ്റയർ കറണ്ടും ഇതുവഴി ഇങ്ങനെ പോകും. മനസ്സിലായോ? അതായത് ഈ 4 ohm വഴി ഒരു കറണ്ടും പാസ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഈ 4 ohm നമുക്ക് ലിറ്ററലി നെഗ്ലിജിബിൾ ആയിട്ട് ഇവിടെ ആക്കാൻ പറ്റും. അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ സർക്യൂട്ടിൽ ഇപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? ഈ കാണിച്ചിരിക്കുന്ന സാധനം. ഇവിടെ നിന്നൊരു 1 ohm ഉണ്ട്, ഇവിടെ നിന്നൊരു 2 ohm വരും, ഇവിടെ നിന്നൊരു 2 ohm വരും, ഇങ്ങനെ വരും. ഇത്രയേ ഉള്ളൂ സർക്യൂട്ട്. ഇനി ഈ 2 ohm ഉം 2 ohm കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു സർക്യൂട്ടാക്കി, ഒരു റെസിസ്റ്റർ ആക്കി മാറ്റിക്കൂടെ? അപ്പൊ നമുക്ക് ആ സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാൻ പറ്റും നോക്കേ. നമുക്ക് ഇവിടെ നിന്ന് 1 ohm വന്നു, അതുപോലെ ഇവിടെ നിന്ന് 2 ohm വന്നു, ഇവിടെയും 2 ohm ഉണ്ട്. ഇത് 2 ohm, ഇത് 2 ohm. നമ്മുടെ സർക്യൂട്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ദിസ് ഇസ് V1. അപ്പൊ ഈ 2 കൂടെ എന്താക്കി മാറ്റാം നമുക്ക്? ഇത് 1 ohm ആണെങ്കിൽ ഇതിനെ ഒരു 2 പാരലൽ 2 ആക്കി മാറ്റാം. 2 into 2 plus 2 plus 2 ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 1 ohm എന്ന് കിട്ടും. ഇങ്ങനെ മാറിയില്ലേ സർക്യൂട്ട്? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ സർക്യൂട്ടിൽ ഈ രണ്ട് റെസിസ്റ്റർ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 1 plus 2 ഈക്വൽ ടു എത്ര കിട്ടും? 3 ohm എന്ന് കിട്ടും. ദിസ് ഇസ് യുവർ ടോട്ടൽ റെസിസ്റ്റൻസ് ആസ് വി സീ ഫ്രം ദിസ് എൻഡ്. ഈ പോർട്ടിന് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് അല്ലേ R1 എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് വാസ് ദിസ് H11 എന്ന് പറയുന്നത്? V1 by I1 ആയിരുന്നു. ആൻഡ് അക്കോർഡിംഗ് ടു ഓംസ് ലോ വി നോ ദാറ്റ് R1 ഈക്വൽ ടു എന്താണ്? V1 by I1 അല്ലേ? So this is itself equal to R1, this is itself equal to 3 ohm അല്ലേ? അതായത് H11 equal to 3 ohm എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ. ആ റെസിസ്റ്റൻസ് തന്നെയാണ് V1 by I1, that is equal to H11. അത്രേ ഉള്ളൂ. നമ്മൾ V1 എന്ന് പറയുന്ന ഈ പോർട്ടിന്റെ ഇവിടെ നിന്നും അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് ആണ് R1. ഓക്കെ. സോ ദാറ്റ് ഇസ് ഹൗ വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് H11. ഇനി അടുത്ത ഒരു വാല്യൂ നമുക്കായില്ലേ ഇവിടെ വരുന്നേ
ഈ 3 ohm എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി അടുത്ത ടേം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? H21 ചെയ്യാം. കാരണം നമ്മൾ എന്താ ചെയ്തത്? ഈ പോർട്ടിനെ V2നെ 0 ആക്കി മാറ്റുമ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയില്ലേ? അത് ഈ രണ്ട് കേസിലും അപ്ലൈ ചെയ്യാം. അപ്പൊ H11ഉം H21ഉം ഇവിടെ തന്നെ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? H21 നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ H11 പോലെ ഇവിടെ H21 ചെയ്യാണ്. H21 നമ്മൾ പറയുന്ന പേരാണ്, സി ഈ H11 നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത്. അതാണ് H11. അതുപോലെ H21 നമ്മൾ പറയുന്ന പേരെന്താണ്? ഫോർവേഡ് കറണ്ട് ഗെയിൻ. ഫോർവേഡ് കറണ്ട് ഗെയിൻ നമ്മൾ പറയുന്നത് ഇതിനെയാണ്. ക്ലിയർ അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഫോർവേഡ് കറണ്ട് ഗെയിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? H21 will be equal to ഫോർമുല എന്തായിരുന്നു? I2/I1. അതുകൊണ്ടാണ് റേഷ്യോ ഓഫ് കറണ്ട്സ് ആയതുകൊണ്ടാണ് കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഗിവൺ V2 = 0 നമ്മൾ ചെയ്യുന്നത്. അതായത് I2/I1 എന്ന് പറയുന്ന റേഷ്യോ കിട്ടണം. ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കിയേ, ഇതുവഴി പോകുന്ന കറണ്ട് ആണ് I1 അല്ലെ? ഇപ്പൊ നമുക്കിത് ഈ ഒരു ബാരിയർ ഇവിടെ ഇല്ല. ഇതുവഴി പോകുന്ന കറണ്ട് I3, ഇതുവഴി പോകുന്ന കറണ്ട് I2. പക്ഷെ ഇവിടെ ഇപ്പൊ നടുക്ക് ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് ഇത് മൊത്തം വഴി പോകുന്നത് ഒരു കറണ്ട് ആയിരിക്കും. മനസ്സിലായി? അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയും ആവാം അല്ലെങ്കിൽ ഇങ്ങനെയും ആവാം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ I3 എന്ന് പറയുന്നത് ഒരു അൺനോൺ വാല്യൂ അല്ലേ? നമുക്കിപ്പോ ഇൻപുട്ട് പോർട്ട് I1 ഉണ്ട്, ഔട്ട്പുട്ട് പോർട്ട് I2 ഉണ്ട്. എനിക്ക് I2/I1 എന്ന് പറയുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ I3നെ ഇൻ ടേംസ് ഓഫ് I2 എഴുതുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും നോക്കിയേ. സി I2 കറണ്ട് പോകുന്നത് ഇങ്ങനെയാണ്, വൈൽ I3 കറണ്ട് അവർ തന്നിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ I3 is actually equal to -I2 അല്ലേ? I3 എന്ന് പറയുന്നത് equal to -I2 കറണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ബട്ട് സെയിം ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. മനസ്സിലായി? കാരണം എന്താണ്? സിൻസ് ഈ ഒരു ബാരിയർ ഇല്ലാത്തതുകൊണ്ട് രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. സോ I3 = -I2 എന്ന് എനിക്ക് എഴുതാം. ആൻഡ് ഐ കൻ അസ്യൂം ദാറ്റ് ഈ എൻറ്റയർ സർക്യൂട്ട് വഴി പാസ് ചെയ്യുന്ന കറണ്ട് -I2 ആണെന്ന് എനിക്ക് മാർക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സി ഇവിടെ ഈ ഒരു എലമെന്റ് ഈ 2 ohm വഴി പാസ് ചെയ്യുന്ന കറണ്ട് ആണ് -I2 എങ്കിൽ അവിടുത്തെ കറണ്ടിനെ വിത്ത് റെസ്പെക്ട് ഈ സർക്യൂട്ടിലുള്ള I1 ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? കറണ്ട് ഡിവിഷൻ റൂൾ. ദാറ്റ് ഇസ് -I2 വിൽ ബി ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? ദിസ് ഇവിടുത്തെ കറണ്ട് I1 ഇൻറ്റു ഈ റെസിസ്റ്റർ 2 ohm അല്ല, ഇതുവഴി പോകുന്നത് കറണ്ട് അല്ലേ മാർക്ക് ചെയ്യേണ്ടത്. സോ ദിസ് 2 ഡിവൈഡ് ബൈ 2 + 2 ചെയ്താൽ മതി. അതായത് ഐ ക്യാൻ ഫൈൻഡ് യൂസിങ് കറണ്ട് ഡിവിഷൻ റൂൾ -I2 will be equal to I1 into 2 divided by 2 + 2. That is equal to എന്ത് കിട്ടും? 1/2 times I1. That is I2 equal to എന്ത് കിട്ടി? -0.5 times I1. That is I2/I1 equal to നമുക്ക് എന്ത് കിട്ടി? -0.5. ഈ I2/I1 എന്ത് തന്നെയാണ്? H21 തന്നെ അല്ലേ? അതും കിട്ടിയപ്പോൾ നമുക്ക് ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. അപ്പൊ രണ്ട് വാല്യൂസ് നമ്മൾ ചെയ്ത എന്ത് അസംഷൻ ആണ്? V2 = 0 ആയപ്പോഴാണ്. ഇനി നമുക്ക് അടുത്ത എന്ത് ചെയ്യാം? നെക്സ്റ്റ് തിങ് വിച്ച് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഇസ് ദ വാല്യൂ ഓഫ് H22. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? H22 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? I2 പോർട്ട് കറണ്ട് I2 ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പോർട്ട് കറണ്ട് I2 ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പോർട്ട് വോൾട്ടേജ് V2 ബൈ ഓപ്പൺ സർക്യൂട്ടിംഗ് ദ ഇൻപുട്ട് പോർട്ട്. അതായത് I2 = 0 ആക്കുമ്പോൾ. മനസ്സിലായോ? I2 എന്ന് പറയുന്ന ഇൻപുട്ട് പോർട്ടിനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ 0 ആക്കി മാറ്റി. അങ്ങനെ ആക്കി മാറ്റുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? സർക്യൂട്ടിന് എന്ത് പറ്റുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കി, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഇൻപുട്ട് പോർട്ട് ഇവിടെ വരുന്നില്ലേ, ഇതിനെ ഞാൻ ഓപ്പൺ സർക്യൂട്ട് ആക്കിയിട്ടാൽ പിന്നെ എന്താണ്? ഈ പറയുന്ന ഈ ഒരു ബ്രാഞ്ച് വഴി, മനസ്സിലായി? ഈ ബ്രാഞ്ച് വഴി ഈ I1 എന്ന് പറയുന്ന കറണ്ട് എന്തായി മാറി? 0 എന്ന് വെച്ചാൽ ഈ ബ്രാഞ്ച് വഴി കറണ്ട് പോവോ? ഇല്ല. ഈ ബ്രാഞ്ച് വഴി കറണ്ട് പോവോ? ഇല്ല. അപ്പൊ നമ്മുടെ സർക്യൂട്ട് എത്ര മാത്രമേ ഉള്ളൂ? ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും വരും അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ അതിനെ ഞാൻ ഒന്ന് റീഡ്രോ ചെയ്ത് ഇവിടെ വരയ്ക്കുകയാണേ. റീഡ്രോ ചെയ്ത് വരയ്ക്കുമ്പോൾ നോക്കിയേ, ഐ ഹാവ് ദിസ് 2 ohm. അപ്പോൾ നമ്മുടെ ഈ 2 ohമിന് ഇപ്പൊ നമ്മൾ ഇവിടെ ഈ V1 എന്ന് പറയുന്നത് ആക്ച്വലി ഈ രണ്ട് ടെർമിനൽസ് AB-യുടെ ഇടയ്ക്കായിരുന്നെങ്കിൽ ഇപ്പൊ ഈ രണ്ട് ടെർമിനൽസ് ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് പോയിന്റ്സിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഞാൻ ഇവിടെ V1 എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഈ റെസിസ്റ്റൻസ് 2 ആണ്, ഈ റെസിസ്റ്റൻസ് 4 ആണ്, ആൻഡ് ഇതിന് അക്രോസ് ആണ് എന്റെ വോൾട്ടേജ് +- V2 ഞാൻ എടുത്തേക്കുന്നത്. ക്ലിയർ അല്ലേ?
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് I2/V2 കണ്ടുപിടിക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ H11 ചെയ്ത പോലെയാണ്. H11 നമ്മൾ എന്ത് ചെയ്തു, ഈ ഇൻപുട്ട് സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് എടുക്കുമെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് ആണ് R2. മനസ്സിലായോ? R2 എടുത്താൽ R2 ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? R2ഉം I2/V2 തമ്മിൽ റിലേറ്റഡ് അല്ലേ? V2/I2 ഈക്വൽ ടു R2 ആണ് അല്ലെ? അപ്പം 1/R2 ചെയ്താൽ I2/V2 കിട്ടും. സിമ്പിൾ ആണല്ലേ, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായി? ഇവിടുന്ന് കാണുമ്പോൾ റെസിസ്റ്റൻസ് എന്താന്ന് വെച്ചാൽ കണ്ടുപിടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ അതിന് നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, നമ്മൾ I1 നമ്മൾ 0 ആക്കി മാറ്റി ഫസ്റ്റ്. ഇനി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവിടത്തെ R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ 2ഉം 2ഉം കൂടെ എന്താണ്, സീരിയലാക്കാം. അത് 2 + 2 ചെയ്യുമ്പോൾ 4. ആ 4ഉം ഈ 4ഉം പാരലൽ അല്ലേ? സോ 4 പാരലൽ 4, 16/8 ഈക്വൽ ടു എത്ര കിട്ടും? 2 ohm എന്ന് കിട്ടി. മനസ്സിലായോ? ഇനി വാട്ട് ഇസ് H22 എന്ന് പറയുന്നത്? I2/V2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/R2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഈക്വൽ ടു 0.5 MHO ആണ് യൂണിറ്റ്. ശ്രദ്ധിച്ചേക്കണേ, MHO നമ്മുടെ എന്താണ്, ഇതിപ്പോ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഓം നേടിയേനെ. പക്ഷെ ഇത് 1 റെസിസ്റ്റൻസ് ആകുമ്പോൾ ഇത് ആക്ച്വലി എന്താണ്, സംതിങ് ഇക്വലന്റ് ടു കണ്ടക്ടൻസ് സെൽ ആണ്. അപ്പൊ നമ്മൾ ഒന്നുകിൽ സീമെൻസ് എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന യൂണിറ്റ് ഇടുക, അല്ലെങ്കിൽ MHO എന്ന് ഇടുക, അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് ഇടുക. ഇതൊക്കെയാണ് യൂണിറ്റ്സ് പറയുന്നത്. മനസ്സിലായോ? 1/R യൂണിറ്റ് അല്ലെങ്കിൽ കണ്ടക്ടൻസിന്റെ യൂണിറ്റ്സ് ആണ് ഇതൊക്കെ. മനസ്സിലായോ? അപ്പൊ നമ്മൾ H22 കണ്ടുപിടിച്ചു. ഇനി എന്ത് വേണം? നാലാമത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H12 ആണ്. ദാറ്റ് ഈസ് ദ റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ത് ചെയ്യും? റിവേഴ്സ് വോൾട്ട് നമ്മൾ കറണ്ട് ഗെയിൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? കറണ്ട് ഡിവിഷൻ റൂൾ എടുത്തു. ഇവിടെ എന്ത് ചെയ്യാം? വോൾട്ടേജ് ഡിവിഷൻ റൂൾ എടുക്കാം അല്ലെ? അപ്പൊ നമ്മുടെ സർക്യൂട്ട് നോക്കിയാൽ, ഇവിടുത്തെ സർക്യൂട്ട് നോക്കിയാൽ എനിക്ക് എന്താ വേണ്ടേ? ഐ നീഡ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് V2/V1 അല്ലേ? H12 ഈക്വൽ ടു ആക്ച്വലി എന്താണ്? വി ആർ സപ്പോസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് V1/V2 ബൈ ഓപ്പൺ സർക്യൂട്ടിംഗ് ദ ഇൻപുട്ട് പോർട്ട് കറണ്ട്. മനസ്സിലായോ? അതാ ചെയ്യുന്നത്. അപ്പൊ V1/V2 ചെയ്യണമെങ്കിൽ ഇവിടത്തെ V2ഉം ഇവിടത്തെ V1 ആയിട്ട് റിലേഷൻ വേണം. അതെങ്ങനെ ചെയ്യാം? ഇവിടത്തെ V1 എന്ന് വെച്ചാൽ ഈ ഒരു 2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 വിൽ ബി ഈക്വൽ ടു ഈ പോർട്ടിന് അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ വോൾട്ടേജ് V2 മൾട്ടിപ്ലൈഡ് ബൈ, മനസ്സിലായോ? മൾട്ടിപ്ലൈഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആയതുകൊണ്ട് this 2 divided by this 2 plus this 2 ആക്കി നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? സോ ദാറ്റ് ഈസ് ദ വോൾട്ടേജ് ഡിവിഷൻ റൂൾ. അപ്പൊ അതിനെങ്ങനെ എഴുതാം? നമുക്കിവിടെ V1 will be equal to V2 into 2 divided by 2 plus 2. So 2/4. That is 1/2 equal to 0.5 V2 എന്ന് എഴുതാം. That is V1/V2 എന്ന് പറയുന്നത് എന്താണ്? is H12 ആണ്. That is equal to 0.5. മനസ്സിലായോ? അപ്പൊ നാലാമത്തെ പാരാമീറ്ററും കിട്ടി. അപ്പൊ നമുക്ക് 4 പാരാമീറ്റേഴ്സും കിട്ടിയാൽ നമ്മുടെ ഫൈനൽ H മെട്രിക്സ് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, H11 is 2 ohm അല്ലെ? 2 ohm. അതുപോലെ S2. അതേപോലെ രണ്ടാമത്തത് H12 എത്രയാണ്? 0.5. H21 എത്രയാണ്? -0.5. H22 എത്രയാണ്? 0.5. ഇതല്ലേ നമ്മുടെ H മെട്രിക്സ്. ഇതവർ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ദിസ് ഗോയിങ് ടു ബി വെരി കുറച്ച് കൺസിഡറബിൾ ലെങ്തി അല്ലേ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യണം. ഈ പോർട്ട് ക്ലോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, ഈ പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ ചെയ്യുന്നത് അത് എളുപ്പമാണ്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സി, നമ്മൾ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന one more thing ആണ്, എന്താണ് റെസിപ്രോസിറ്റിയും സിമെട്രിസിറ്റിയും. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അതുകൂടെ പറഞ്ഞുതരാം, അത് ചോദിക്കും ചിലപ്പോൾ. ഇപ്പൊ ഈ തന്നിരിക്കുന്ന മെട്രിക്സില് H പാരാമീറ്ററിന്റെ കേസിൽ നമ്മൾ എന്ത് പറയും? തന്നിരിക്കുന്ന ഈ H മെട്രിക്സ് റെസിപ്രോസിറ്റി അല്ലെങ്കിൽ റെസിപ്രോക്കൽ ആവണമെങ്കിൽ കണ്ടീഷൻ ഇസ് ദാറ്റ് H12 ഷുഡ് ബി ഈക്വൽ ടു -H21 ആവണം. എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ ദിസ് ഇസ് H12, ദിസ് ഇസ് H21. H12 ഈക്വൽ ടു -H21 അല്ലേ? 0.5 - 0.5 അല്ലേ? സോ ദിസ് ഗിവൺ സിസ്റ്റം ഇസ് റെസിപ്രോക്കൽ ഇൻ നേച്ചർ. അതുപോലെ അവർ ചിലപ്പോൾ ചോദിക്കും സിമെട്രിക് ആണോ ഇല്ലെന്ന് ചോദിക്കും. അതെങ്ങനെയാണെന്ന് അറിയാവോ? H11 into H22 ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, -H12 into H21 ചെയ്യുമ്പോൾ 1 കിട്ടിയാൽ നമ്മൾ എന്ത് പറയും? സിമെട്രിക് ആണെന്ന്. ഇവിടുത്തെ കേസിൽ ഇത് സിമെട്രിക് അല്ല, പക്ഷേ ഇത് റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചോദിക്കാം? നമ്മുടെ Y പാരാമീറ്റർ, Z പാരാമീറ്റർ, ABCD പാരാമീറ്റർ, H പാരാമീറ്റർ, അങ്ങനെ 4 പാരാമീറ്റേഴ്സ് ഉണ്ട്.
അതിന്റെ എക്സ്പാൻഷൻ ആണ് ഇംപെഡൻസ് അഡ്മിറ്റൻസ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഏതെന്ന് വേണമെങ്കിലും പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, പക്ഷെ ഇത്രേ ഉള്ളൂ മൊഡ്യൂൾ 4 മനസ്സിലായത്. ചോദിക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ആകെ കുറച്ച് പോർഷനേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പരമാവധി നമുക്ക് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഈ മോഡ്യൂൾസ് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആണ് നമ്മുടെ ഈ ഒരു സെഷനിൽ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സീരീസിന് നിങ്ങൾക്ക് വേറെ ഒന്നുമേ പഠിക്കാൻ ടൈം കിട്ടിയില്ല എങ്കിൽ പോലും തൽക്കാലത്തേക്ക് നമുക്ക് സീരീസിന് വേണ്ടിയിട്ട് ഇത്രയും പോർഷൻസ് ഇത്രയും നമ്മുടെ ക്ലാസ് കണ്ടിട്ട് പോയാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല മാർക്ക് കിട്ടും. പക്ഷെ യൂണിവേഴ്സിറ്റി എത്തും മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഫുൾ ക്ലാസ് നിങ്ങളിരുന്ന് പഠിച്ചിരിക്കണം. ഇത് മാത്രം കണ്ടിട്ട് പോകാൻ വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് നിൽക്കരുത്. കാരണം ഇത് സീരീസിന് വേണ്ടി നിങ്ങൾ പഠിപ്പിക്കാൻ എടുത്തതാണ്. യൂണിവേഴ്സിറ്റിക്ക് പോകും മുന്നേ, കാരണം എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി നമുക്ക് ഡെറിവേഷൻ ഉണ്ട്, ഡെറിവേഷൻ ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിരുന്ന് ഞാൻ തന്നെ എൻ്റെ 4 മോഡ്യൂളിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്പെസിഫിക്കലി ഇതുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. KTU ഓൺലൈൻ സ്റ്റഡി ആപ്പ് ആൻഡ്രോയിഡ് ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടേതായ ടൈമിൽ സമാധാനമായിട്ടിരുന്ന് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റും. ആൻഡ് ഡൗട്ട്സും ഇതുപോലെ ക്ലാരിഫൈ ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, ആ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. So for more details, you can also contact the student support number given below in the channel description. Okay, so all the best everyone. സീരീസ് എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ കുട്ടികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ സീരീസ് കഴിഞ്ഞിട്ട് നമുക്ക് അധികം ടൈമില്ല. ഇനി നേരെ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ പോകുന്നത്. സോ അതിന്റെ പ്രിപ്പറേഷൻസും ഉടനെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സബ്ജക്ട്സും KTU ഓൺലൈൻ സ്റ്റഡി ആപ്പിലും അവൈലബിൾ ആണ് ഫോർ യുവർ സ്റ്റഡീസ്. Okay, so all the very best my dear students. See you soon.